ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്ത്വനിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു ഓം ശാന്തി ശാന്തി ശാന്തി. ഛാന്ദോഗ്യോപനിഷത്തിൽ 8-ാം അധ്യായത്തിൽ 12-ാമത്തെ ഖണ്ഡത്തിൽ 1-ാമത്തെ മന്ത്രത്തിൻ്റെ ഭാഷ്യത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് പുതുതായി വരുന്നവർക്ക് കുറച്ചു നേരം കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഒരു രക്ഷയില്ല. കാരണം ഭാഷ്യം പകുതിയിൽ വെച്ചിട്ടേ ഇപ്പോൾ വായിക്കുള്ളൂ. അതിൻ്റെ ആദ്യം വായിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ പിന്നെ അവിടെ തന്നെ വീണ്ടും എത്തുള്ളൂ. പിന്നെ എല്ലാ മാസവും അത് തന്നെ പറ്റൂ. അതുകൊണ്ട് ഭാഷ്യം എത്തിയെടുത്തെന്ന് തുടരാനേ പറ്റൂ. ഈ പഠന പദ്ധതി അങ്ങനെയാണ്. വണ്ടി ഇങ്ങനെ പോകുമ്പോൾ കയറുക, ഇറങ്ങാനാവുമ്പോൾ ഇറങ്ങുക. തുടക്കം തൊട്ടാ ഒടുക്കം വരെ പോണവർ ചുരുങ്ങും. എവിടുന്നാണോ കയറിയത് അവിടുന്ന് കയറാം, അത്രയേ ഉള്ളൂ. ഒന്ന് പരിചയമാവണം, കുറച്ച് നേരം പിടിക്കും, അത്രയേ ഉള്ളൂ. ഇതെന്തിനാ പറയണമെന്ന് ചോദിച്ചാൽ നമ്മളൊരു മന്ത്രത്തിൻ്റെ ഭാഷ്യത്തിൻ്റെ മധ്യത്തിലാണ്. മന്ത്രം ഇതായിരുന്നു: മഘവൻ, അല്ലയോ ഇന്ദ്ര, ഇതെല്ലാം മർത്യമാണ്, മരിക്കുന്നത് മരണധർമ്മത്തോടു കൂടിയതാണ്. ഈ ശരീരം മരണത്താൽ ഗ്രസിക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള ശരീരം ഒരിക്കലും നശിക്കാത്ത അമൃതൻ്റേതാണ്. മഘവൻ മർത്യം വാ ഇദം ശരീരമാത്തം മൃത്യുനാ തദസ്യ അമൃതസ്യ അശരീരസ്യ ആത്മനോ അധിഷ്ഠാനം ആത്തോ വൈ സശരീര പ്രിയാപ്രിയാഭ്യാം നഹ വൈ സശരീരസ്യ സതഃ പ്രിയാപ്രിയയോരപഹതിരസ്തി അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ. അല്ലയോ ഇന്ദ്ര, ഈ ശരീരം മരണധർമ്മത്തോടു കൂടിയതാണ്. ഇത് മരണത്താൽ ഗ്രഹിക്കപ്പെടുന്നതാണ്. വാസ്തവത്തിൽ ഇത് അമൃതനായ, മരണമില്ലാത്ത അശരീരിയുടേതാണ് ഈ ശരീരം. മറ്റൊന്നുകൂടി പറഞ്ഞു, സശരീരനായിരിക്കുന്ന കാലത്തോളം പ്രിയാപ്രിയങ്ങൾ ഉണ്ടാവും. ഒരാൾ സശരീരനായിരിക്കുന്ന കാലത്തോളം അയാൾക്ക് പ്രിയാപ്രിയങ്ങൾ ഉണ്ടാവും. സശരീരനായിരിക്കുന്ന കാലത്തോളം പ്രിയാപ്രിയങ്ങൾ ഇല്ലാതാകുന്നില്ല, അതും പറഞ്ഞു. എന്നാൽ അശരീരനെ പ്രിയാപ്രിയങ്ങൾ സ്പർശിക്കുന്നില്ല. ആരാണ് അശരീരൻ? ശരീരമല്ല താൻ എന്ന ബോധത്തിൽ ഉറച്ചവൻ. ശരീര താദാത്മ്യം അശേഷം ഇല്ലാത്തവൻ. അപ്പോൾ ശരീര താദാത്മ്യം അശേഷമില്ലാത്ത അശരീരനായിട്ടുള്ള ആൾക്ക് പ്രിയാപ്രിയങ്ങളില്ല. അതാണ് ഉപദേശിച്ചത്. അതിൻ്റെ ഭാഷ്യത്തിൽ ഏകദേശം മധ്യഭാഗത്ത് ആണ് നമ്മളുള്ളത്.
അത് തുടരുകയല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് പുതുതായിട്ട് വരുന്നവർക്ക് കുറച്ച് വിഷമം ഉണ്ടാവും, സാരമില്ല. അടുത്തതാകുമ്പോഴത്തേക്ക് അവർ കയറും. അപ്പോൾ അവിടെ അവസാനം അക്ഷിണി പുരുഷോയോ വൈ ദൃശ്യതേ എന്നുള്ള മന്ത്രത്തിന് പ്രജാപതി ബ്രഹ്മാവ് ഛായാപുരുഷൻ എന്ന അർത്ഥം കൽപ്പിച്ചിരിക്കുന്നു. എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. ആ ഛായാപുരുഷനിൽ നിന്ന് ഭിന്നനാണ് അപഹത പാപ്മ തുടങ്ങിയ ലക്ഷണങ്ങളോടുകൂടിയ പുരുഷൻ എന്ന് ചിലർ പറയുന്നു എന്ന് പറഞ്ഞ ആ പൂർവപക്ഷത്തിന് സമാധാനം പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. അവിടെ ഭാഷ്യകാരൻ പറഞ്ഞു, സിദ്ധാന്തി പറഞ്ഞു, സത്യം രമണീയ താവതീയം വ്യാഖ്യാ ശ്രോതും നത്തു അർത്ഥ അസ്യ ഗ്രന്ഥസ്യ ഏവം സംഭവതി കഥം അക്ഷിണിപുരുഷോ ദൃശ്യതേ ഇത്യുപന്യസ്യ ശിഷ്യാഭ്യാം ഛായാത്മനി ഗൃഹീതേ തയോഃ തദ്വിപരീതഗ്രഹണം മത്വാ തത് അപനയായ ഉദശരാവോപന്യാസഃ കിം പശ്യഥ ഇതി ച പ്രശ്നഃ സാധ്വലങ്കാരോപദേശശ്ച അനർത്ഥകഃ സ്യാത് യദി ഛായാത്മാ ഏവ പ്രജാപതിനാ അക്ഷിണി ദൃശ്യതേ ഇതി ഉപദിഷ്ടഃ കിഞ്ച യദി സ്വയം ഉപദിഷ്ടേ സതി ഗ്രഹണസ്യ അപി അപനയകാരണം വക്തവ്യം സ്യാത് സ്വപ്നസുഷുപ്താത്മഗ്രഹണയോരപി തദപനയകാരണം ച സ്വയം ബ്രൂയാത് ന ച ഉക്തം തേന മന്യാമഹേ നാക്ഷിണി ഛായാത്മാ പ്രജാപതിനാ ഉപദിഷ്ടഃ കിം ച അന്യത് അക്ഷിണി ദ്രഷ്ടാ ച ഏതദൃശ്യതേ ഇതി ഉപദിഷ്ടഃ സ്യാത് തതഃ ഇദം യുക്തം ഏതം ത്വേവത ഇത്യുക്ത്വാ സ്വപ്നേപി ദ്രഷ്ടുഃ ഏവ ഉപദേശഃ സ്വപ്നേന ദ്രഷ്ട ഉപദിഷ്ടഃ ഇതി ചേത് ന അപി രോദിതീവ പ്രിയ അപ്രിയവേത്ത ഇവ ഇത്യുപദേശാത് ന ച ദ്രഷ്ടുഃ അന്യഃ കശ്ചിത് സ്വപ്നെ മഹീയമാനഃ ചരതി അത്രായം പുരുഷഃ സ്വയം ജ്യോതിഃ ഇതി ന്യായതഃ ശ്രുത്യന്തരേ സിദ്ധത്വാത്. നോക്കൂ, അപ്പോൾ പറയാണ്, ബ്രഹ്മാവിനാൽ അക്ഷിണി പുരുഷോയോ വൈ ദൃശ്യത എന്നുള്ളത് കൊണ്ട് ഛായാത്മാവാണ് അർത്ഥമാക്കപ്പെടുന്നത് എന്ന് നീ പറഞ്ഞുവല്ലോ. ഇതൊക്കെ നല്ല മനോഹരമായ കൽപ്പനയാണ്. കൊള്ളാം, നിന്റെ വാദം കൊള്ളാം, കേൾക്കാൻ കൊള്ളാം. എന്നാൽ ശ്രോതും രമണീയ ഇയം വ്യാഖ്യ, ഈ വ്യാഖ്യാനം കേൾക്കാൻ വളരെ നല്ലതാണ്. എന്ന് വെച്ചാൽ എന്താർത്ഥം? ആശയം ശരിയല്ല എന്നാണ്. ഇത് കേൾക്കാനേ കൊള്ളൂ, നീ പറഞ്ഞത് ശരിയല്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ഭാഷ അങ്ങനെയാണ്. കേൾക്കാൻ വളരെ നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വളരെ നന്നായിട്ടുണ്ട്, നല്ല വ്യാഖ്യാനമാണെന്നാണ് പറഞ്ഞതെന്ന്. അതല്ല, ഇത് കേൾക്കാനേ കൊള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഗുരു ശിഷ്യനോട് പറയാണ്, നീ വളരെ വലുതായി പോയല്ലോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ഥലം വിട്ടോളൂ എന്നർത്ഥം. നിന്നെവിടെ കൊള്ളൂല എന്നാ അല്ലേ? വളരെ വലുതായി പിന്നെ എൻ്റെ ഉള്ളിൽ കൊള്ളൂലല്ലോ. അതാണ് ഭാഷ ശ്രദ്ധിക്കണം. അപ്പോൾ കേൾക്കാൻ വളരെ നല്ലതാ എന്ന് പറഞ്ഞാൽ സ്വീകാര്യമല്ല എന്നാണ്. എന്തുകൊണ്ട്? നതു അർത്ഥ അസ്യ ഗ്രന്ഥസ്യേവം സംഭവതി, ഈ ഗ്രന്ഥത്തിന് അപ്രകാരം അർത്ഥം കിട്ടില്ല. ഈ ഗ്രന്ഥത്തിന്, ഉപദേശഭാഗത്തിന് ഛായാപുരുഷൻ എന്നുള്ള അർത്ഥം കിട്ടില്ല. കഥം, അതെന്താ, എങ്ങനെയാ അത് കിട്ടില്ല എന്ന് പറയണത്? അക്ഷിണി പുരുഷോ ദൃശ്യതേ ഇതി ഉപന്യസ്യ
അക്ഷിണി പുരുഷോ യോ വൈ ദൃശ്യതേ, കണ്ണിൽ യാതൊരു പുരുഷൻ കാണപ്പെടുന്നുവോ എന്ന് പറഞ്ഞ ശേഷം ശിഷ്യാഭ്യാം ഛായാത്മനി ഗൃഹീതേ, ശിഷ്യന്മാർ ആരാ? ശിഷ്യന്മാരാരാ? ഇന്ദ്രനും വിരോചനനും. ഇന്ദ്രനും വിരോചനനുമാകുന്ന ശിഷ്യന്മാർ ഛായാത്മാവിനെ മനസ്സിലാക്കി എന്ന് ഗുരുനാഥൻ മനസ്സിലാക്കി. അപ്പം എന്ത് ചെയ്തു? ഗൃഹീതേ തയോഹോ തദ് വിപരീതഗ്രഹണം മത്വ. ഓ ശിഷ്യന്മാർ രണ്ടാളും വിപരീതമായിട്ടാണല്ലോ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിയിട്ട് മത്വ തത് അപനയായ ആ വിപരീതഗ്രഹണത്തെ നീക്കുന്നതിന് വേണ്ടി ഉദശരാവോപന്യാസ, മൺകുടത്തിലുള്ള പ്രതിബിംബം നോക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ട് പിന്നെ പോയിട്ട് നല്ലോണം അലങ്കരിച്ചൊക്കെ വന്നിട്ട് ഒന്നും കൂടി നോക്കിക്കോളൂ പറഞ്ഞു. ആദ്യം നോക്കാൻ പറഞ്ഞു, പിന്നെ അത് കഴിഞ്ഞ് നല്ലോണം അലങ്കരിച്ച് അവർ നല്ല പൊട്ടും കൺമഷിയൊക്കെ എഴുതി പിന്നെ തിരിച്ചു വന്ന് വീണ്ടും നോക്കി. അതാണ് സാധ്വലങ്കാരോപദേശശ്ച അനർത്ഥക. ഇതൊക്കെ അനർത്ഥകമാകുമായിരുന്നു അഥവാ ഛായാത്മാവാണ് അർത്ഥമാക്കപ്പെട്ടതെങ്കിൽ. ഛായാത്മാവാണ് അർത്ഥമാക്കപ്പെട്ടതെങ്കിൽ ഈ ഉപദേശങ്ങളൊക്കെ അർത്ഥമില്ലാത്തതാകുമായിരുന്നു. അപ്പം പിന്നെ എന്തിനാ ഛായാത്മാവിനെ കാണിച്ചത്? ഇതല്ലാന്ന് കാണിക്കാനാണ്. ഇത് നിന്നാൽ കാണപ്പെടുന്ന ഒരു പ്രതിഫലനം, പ്രതിബിംബം മാത്രമാണ്. ഇതല്ല അക്ഷിണി പുരുഷൻ. കണ്ണിൽ യാതൊരു പുരുഷൻ കാണപ്പെടുന്നുണ്ടോ അത് ഛായയായിട്ട് കാണുന്നതല്ല എന്ന് കാണിക്കാനാണ് ഛായ നോക്കാൻ പറഞ്ഞത്. കാരണം അലങ്കാരത്തോടു കൂടി നോക്കിയപ്പോഴും അല്ലാത്തപ്പോഴും രണ്ടും രണ്ടാണല്ലോ. ഞാൻ മാറുന്നുണ്ടോ? ഇല്ലല്ലോ. ചിന്തിക്കുക. യദി ഛായാത്മാ ഏവ പ്രജാപതിന അക്ഷിണി ദൃശ്യതേ ഇതി ഉപദിഷ്ടഃ, അഥവാ ഛായാത്മാവാണ് പ്രജാപതിയാൽ ഉപദേശിക്കപ്പെട്ടതെങ്കിൽ ഈ പ്രതിബിംബം നോക്കാൻ പറഞ്ഞ ഉപദേശമൊക്കെ അനർത്ഥകമായി പോകും. കിഞ്ച യദി സ്വയം ഉപദിഷ്ടേ ഇതി ഗ്രഹണസ്യ അപനയന കാരണം വക്തവ്യം സ്യാത്. ഇനി താൻ ഉപദേശിച്ചത് അതായിരുന്നെങ്കിൽ അതിനെ നീക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് എന്തിനെന്നും പറയേണ്ടതാണ്. നോക്കൂ, ഒരു ഗുരുനാഥൻ ഒരു വസ്തുതയെ ഉപദേശിച്ചാൽ ആ ഉപദേശിക്കപ്പെട്ടതിനെ നീക്കാൻ അയാൾ തന്നെ പരിശ്രമിക്കുമോ? ഇല്ലല്ലോ. എന്നാൽ ഇവിടെ അതിന് പരിശ്രമിച്ചു ബ്രഹ്മാവ്. അപ്പം എന്ത് മനസ്സിലാക്കാം? ഛായാത്മാവല്ല ഉപദേശിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാം. സ്വപ്ന സുഷുപ്താത്മഗ്രഹണയോരപി തദപനയ കാരണം ച സ്വയം ബ്രൂയാത്. മാത്രമല്ല സ്വപ്ന സുഷുപ്താത്മാക്കളെ പറഞ്ഞിട്ടുണ്ട്. സ്വപ്നദശയിലും സുഷുപ്തി ദശയിലുമുള്ള, സുഷുപ്തി ദശയിലുള്ളതിനൊരു പേര് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? സുഷുപ്തി ദശയിൽ മറന്നു. സംപ്രസാദാത്മാ എന്ന് പറഞ്ഞില്ലേ? നേരത്തെ മറന്നാൽ എങ്ങനെയാ മുന്നോട്ട് പഠിക്കുക? അപ്പോൾ സ്വപ്നസ്ഥനും സുഷുപ്തസ്ഥനുമായതിനെ പ്രത്യേകം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിനെയും നീക്കം ചെയ്തിട്ടുണ്ട്. സ്വപ്നസ്ഥനല്ല, സ്വപ്നം എന്ന അവസ്ഥയെ പ്രാപിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ സ്വപ്ന വിലക്ഷണനാണ്. സുഷുപ്തം എന്ന അവസ്ഥയെ പ്രാപിക്കുന്നവനാണ്, അപ്പോൾ സുഷുപ്ത വിലക്ഷണനാണ്. അപ്പോൾ അവസ്ഥാത്രയ വിലക്ഷണനായ ആത്മാവിനെയാണ് വാസ്തവത്തിൽ ഇവിടെ ഉപദേശിക്കുന്നത്. അല്ലെങ്കിൽ ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ അവസ്ഥകളെ നിരാകരിക്കേണ്ടതില്ലായിരുന്നു ബ്രഹ്മാവിന്. നച ഉക്തം തേന മന്യാമഹേ നാക്ഷിണി ഛായാത്മാ പ്രജാപതിനാ ഉപദിഷ്ട. അതുകൊണ്ട് പ്രജാപതിയാൽ ബ്രഹ്മാവിനാൽ അക്ഷിണി പുരുഷ എന്ന് ഉപദേശിക്കപ്പെട്ടത് ഛായാത്മാവല്ല എന്ന് നാം മനസ്സിലാക്കുന്നു. ഛായാത്മാവല്ല എന്ന് നാം മനസ്സിലാക്കുന്നു.
കിഞ്ച മാത്രമല്ല അന്യത് അക്ഷിണി ദ്രഷ്ടാച്ച ഏതദൃശ്യതേ ഇതി ഉപദിഷ്ടഃ സ്യാത് തത ഇദം യുക്തം ഏതം ത്വേവത ഇത്യുക്ത്വാ സ്വപ്നേപി ദ്രഷ്ടുരേവ ഉപദേശഃ. വായിച്ചോ? കിഞ്ച അന്യത് അക്ഷിണി ദ്രഷ്ടാച്ച ഏതദൃശ്യതേ ഇത്യുപദിഷ്ടഃ സ്യാത് തതഃ ഇദം യുക്തം ഏതം ത്വേവത ഇത്യുക്ത്വാ സ്വപ്നേപി ദ്രഷ്ടുത്വോപദേശഃ. സ്വപ്നെ ന ദ്രഷ്ട ഉപദിഷ്ടഃ ഇതി ചേത് ന അപി രോദിതീവ അപ്രിയവേത്തായി ഇവ ഇതി ഉപദേശാത് നച ദ്രഷ്ടുഃ അന്യഃ കശ്ചിത് സ്വപ്നെ മഹീയാനഃ ചരതി അത്രായം പുരുഷഃ സ്വയം ജ്യോതിഃ ഇതി ന്യായതഃ ശ്രുത്യന്തരേ സിദ്ധത്വാത്. ഈ കണ്ണിൽ യാതൊരു പുരുഷൻ കാണപ്പെടുന്നുവോ എന്ന് കിഞ്ച അന്യത് അക്ഷിണി ദ്രഷ്ടാച്ച ഏതത് ദൃശ്യതേ ഇതി ഉപദിഷ്ടഃ. ഈ കണ്ണിൽ യാതൊരു പുരുഷൻ കാണപ്പെടുന്നുവോ എന്ന് ഉപദേശിച്ചത് ദ്രഷ്ടാവിനെ കുറിച്ച് ആയിരുന്നെങ്കിൽ ഇത് യുക്തമാണ്, ഉപദേശം യുക്തമാണ്. ഛായാത്മാവിനെ സംബന്ധിച്ചല്ല, ദ്രഷ്ടാവിൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ചാണ് ഉപദേശിച്ചത്. അപ്പോൾ ഇതൊക്കെ ശരിയാവും. അല്ലാണ്ട് ഛായാത്മാവായി കാണപ്പെടുന്നതിനെ സംബന്ധിച്ചല്ല ഉപദേശം. പിന്നെയോ ദ്രഷ്ടാവിനെ കുറിച്ചാണ്, കാണുന്നവനെ കുറിച്ചാണ് ഉപദേശം. ഛായാത്മാവിനെ കുറിച്ചല്ല. അങ്ങനെ ദ്രഷ്ടാവ് ഉപദേശിക്കപ്പെടുന്നു എന്ന് വരികിൽ ഇതം യുക്തം ഭവതി, ഇത് വളരെ യുക്തമായി തീരുന്നു. ഏതം ത്വേവത ഇത്യുക്ത്വാ സ്വപ്നേപി ദ്രഷ്ടുത്വോപദേശഃ ദ്രഷ്ടുരേവ ഉപദേശഃ. ദ്രഷ്ടുഹു ദ്രഷ്ടാവിൻ്റെ ഉപദേശമാണ് സ്വപ്നത്തിലും നൽകപ്പെടുന്നത്. ഇപ്പം സ്വപ്നത്തിലെ വിഷയങ്ങളെ സംബന്ധിച്ച്, സ്വപ്ന ദൃശ്യങ്ങളെ സംബന്ധിച്ചല്ല, പിന്നെ സ്വപ്നങ്ങളെ കാണുന്നവനും കാണുന്നവനാണ്, ദ്രഷ്ടാവാണ്. ആ ദ്രഷ്ടാവ് തന്നെയാണ് ഉപാധിഗതമായിട്ട് ജാഗ്രത്തിൽ സ്വപ്നത്തിൽ ഒക്കെ വിവിധ വിഷയങ്ങളെ അറിയുന്നവനായി പരിലസിക്കുന്നത്, അല്ലാണ്ട് ഛായാത്മാവ് അല്ല. ഏതം ത്വേവത ഇത്യുക്ത്വാ സ്വപ്നേപി ദ്രഷ്ടുഃ ഏവ ഉപദേശഃ. സ്വപ്നത്തിലും ദ്രഷ്ടാവിനെ തന്നെയാണ് ഉപദേശിച്ചിട്ടുള്ളത്. എവിടെ? സ്വപ്നേന ദ്രഷ്ട ഉപദിഷ്ടഃ ഇതി ചേത് ന. അപ്പോൾ ഒരാൾ പറയാണ്, ഏയ് സ്വപ്നത്തിൽ ദ്രഷ്ടാവിനെ കുറിച്ചല്ല ഉപദേശിച്ചത് എന്ന് പറഞ്ഞാൽ ശരിയല്ല. സ്വപ്നത്തിൽ ദ്രഷ്ടാവിനെ കുറിച്ചല്ല ഉപദേശിച്ചതെന്ന് പറഞ്ഞാൽ ശരിയല്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? സ്വപ്ന ദൃഷ്ടാന്തം പറഞ്ഞത് ദ്രഷ്ടാവിനെ ഉപദേശിക്കാൻ തന്നെ ആണ്. അപിരോധിതീവ, കരയുന്നവനെ പോലെ, അപ്രിയവേത്തായിവ, അപ്രിയത്തെ അറിയുന്നവനെ പോലെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അപ്രിയത്തെ അറിയുന്നവനായിട്ട് സ്വപ്നദ്രഷ്ടാവ് ഇരിക്കുന്നുണ്ട്. ഈ അപ്രിയവേത്താവാകുന്നത് എപ്പോഴാ? അപ്രിയമായ ദൃശ്യങ്ങളോട് ചേരുമ്പോഴല്ലേ അപ്രിയവേത്താവാകുന്നത്. അപ്രിയവേത്താവെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്രിയത്തെ അറിയുന്നവൻ. അപ്രിയത്തെ അറിയുന്നവൻ എപ്പോഴാണ് ആവുന്നത്? അപ്രിയങ്ങളായ വസ്തുക്കളെ കാണുമ്പോൾ.
അപ്രിയങ്ങളായ വസ്തുക്കളിൽ നിന്ന് ഭിന്നനല്ലേ കാണുന്നവൻ. അവ അപ്രിയ വസ്തുക്കളുടെ ദർശനം സ്വപ്നത്തിലുണ്ടെങ്കിൽ ആ സ്വപ്നത്തെയും ദർശിക്കുന്ന ദ്രഷ്ടാവ് ദൃശ്യഭിന്നമായിട്ടുണ്ട്. ഛായാത്മാവിനെ കാണുന്നു എന്ന് പറഞ്ഞാൽ ഛായാത്മാവിൽ നിന്ന് ഭിന്നമായി അതിനെയും കാണുന്നവൻ ഞാനുണ്ട്. ആ ദ്രഷ്ടാവിനെയാണ് ഇവിടെ ഉപദേശിക്കണം. വ്യക്തല്ലേ? കശ്ചി സ്വപ്നെ മഹീയാനഃ ദ്രഷ്ടുഹു അന്യഃ ന ചരതി. ദ്രഷ്ടാവിൽ നിന്ന് അന്യനായിട്ട് ആരുമല്ല സ്വപ്നത്തിൽ മഹിമയെ പ്രാപിച്ച് ചരിക്കുന്നത്. സ്വപ്നത്തിൽ ഈ സുഖദുഃഖങ്ങളെയെല്ലാം അനുഭവിച്ച് മഹീയാനഃ മഹിമയെ പ്രാപിച്ച് ചരിക്കുന്നവൻ അവൻ തന്നെയാണ്. അവനിൽ നിന്ന് വേർപെടുത്തണം. എന്തിനെ? സ്വപ്ന ദൃശ്യത്തെ വേർപെടുത്തണം. ജാഗ്രത്തിൽ അവൻ തന്നെയാണ് കാണുന്നത്. എന്ത് വേർതിരിക്കണം? ജാഗ്രത ദൃശ്യങ്ങളെ വേർതിരിക്കണം. ഇപ്പം ജാഗ്രത ദൃശ്യങ്ങളെ വേർതിരിച്ചാലുള്ള ദ്രഷ്ടാവും സ്വപ്ന ദൃശ്യങ്ങളെ വേർതിരിച്ചാലുള്ള ദ്രഷ്ടാവും ഏകനാണ്. ആ ഏകനെയാണ് ഇവിടെ ഉപദേശിക്കുന്നത്. അത്രായം പുരുഷഃ സ്വയം ജ്യോതിഃ ഇത് ന്യായതഃ ശ്രുത്യന്തരേ സിദ്ധത്വാത്. വേറൊരു ശ്രുതിയിൽ അത്രായം പുരുഷഃ സ്വയം ജ്യോതിഃ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ ഈ പുരുഷനാണ് സ്വയം ജ്യോതിസായിരിക്കുന്നവൻ. എവിടെ? സുഷുപ്തിയിൽ. സുഷുപ്തിയിലും ആനന്ദാനുഭവത്തിന് കാരണമായി സ്വയം ജ്യോതിസ്വരൂപമാർന്ന് ഈ പുരുഷൻ ഇരിക്കുന്നു. അതിനാ സ്വയം ജ്യോതിസ്വരൂപമാർന്നെന്ന് പറഞ്ഞത്? സുഷുപ്തിയിൽ വല്ല വിഷയമുണ്ടോ? ഇല്ല. അപ്പം വിഷയങ്ങളുടെ അഭാവത്തിലും ഈ പുരുഷൻ സ്വയം ജ്യോതിസായിട്ട് ഇരിക്കുന്നു എന്ന് ബൃഹദാരണ്യകോപനിഷത്തിൽ മന്ത്രമുണ്ട്. അപ്പോൾ ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അതത് ദൃശ്യങ്ങളിൽ നിന്ന് വിലക്ഷണനായി ഭിന്നനായി അവയെ കാണുന്നവനായ ഏകൻ ഉണ്ട് എന്നാണ് സിദ്ധാവുന്നത്. യദ്യപി സ്വപ്നെ സധീർഭവതി തഥാപി ന ധീഹി സ്വപ്നഭോഗോപലബ്ധിം പ്രതി കരണത്വം ഭജതേ. കിം തർഹി പടചിത്രവത് ജാഗ്രത് വാസനാശ്രയ ദൃശ്യ ഏവ ധീഹി ഭവതീതി ന ദ്രഷ്ടുഃ സ്വയം ജ്യോതിഷ്ത്വബാധഃ സ്യാത്. അപ്പം അത്രായം പുരുഷഃ സ്വയം ജ്യോതിഹി എന്ന് പറഞ്ഞേ. ഈ പുരുഷൻ സ്വയം ജ്യോതിസ്വരൂപനാണെന്ന് പറഞ്ഞു. അപ്പം അതിനെ വേണമെങ്കിൽ എതിർക്കുകയാണ്. എങ്ങനെയാണ് എതിർക്കുന്നതെന്നറിയോ? യദ്യപി സ്വപ്നെ സധീഹി ഭവതി തഥാപി ന ധീഹി സ്വപ്നഭോഗോപലബ്ധിം പ്രതി കരണത്വം ഭജതേ. കിം തർഹി പടചിത്രവത് ജാഗ്രത് വാസനാശ്രയ ദൃശ്യ ഏവ ധീഹി ഭവതീതി ന ദ്രഷ്ടുഃ സ്വയം ജ്യോതിഷ്ട്വബാധഃ സ്യാത്. അപ്പോൾ പറയുകയാണ്, വളരെ ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളേ. അപ്പോൾ പറയുകയാണ്, സ്വപ്നത്തിൽ ഈ പുരുഷൻ സ്വയം ജ്യോതിഷാണെന്ന് പറയാൻ വയ്യ. എന്താ സിദ്ധാന്തം? ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഈ പുരുഷൻ സ്വയം ജ്യോതിഷാണെന്നുള്ളതാണ് സിദ്ധാന്തം. എന്നാൽ അവിടെ ഒരു പൂർവപക്ഷം ഉന്നയിക്കുകയാണ്, സ്വപ്നത്തിൽ ഈ പുരുഷൻ സ്വയം ജ്യോതിഷാണെന്ന് പറയാൻ വയ്യ. എന്തുകൊണ്ട് വയ്യ? സ്വപ്നത്തിൽ സധീഹി ബുദ്ധിവൃത്തിയോടൊത്തവനാണ്. അപ്പം ബുദ്ധിവൃത്തിയോടൊത്തവനായിട്ടാണ് കാണുന്നത്, അല്ലേ? ആണല്ലോ, ബുദ്ധിവൃത്തിയോടൊത്തവനായിട്ടാണ് കാണുന്നത്. എന്തിനാ കാണുന്നത്? സ്വപ്ന ദൃശ്യത്തെ കാണുന്നത്.
സ്വപ്ന വിഷയത്തെ അനുഭവിക്കുന്നത്. അപ്പം സ്വപ്ന വിഷയത്തെ അനുഭവിക്കുമ്പോൾ സധീഹി ബുദ്ധിവൃത്തിയോടൊത്തവനായതുകൊണ്ട് സ്വയം ജ്യോതിസ് എന്ന് പറയുന്നത് ശരിയല്ല. സ്വയം ജ്യോതിസ് അല്ല, പിന്നെയോ ബുദ്ധിവൃത്തിയോട് ചേർന്നിട്ടാണ് സ്വപ്നത്തിൽ കാണുന്നത്. മനസ്സിലായില്ലേ? പ്രശ്നം മനസ്സിലായില്ലേ? ഇതാണ് പൂർവപക്ഷി പറയുന്നത്. അപ്പം പറയാണ് യദ്യപി സ്വപ്നെ സധീർ ഭവതി. ഓ ആയിക്കോട്ടെ, സധിയാണ്, ബുദ്ധിവൃത്തിയോടൊത്തവനാണ്, ആയിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? തഥാപി നധീഹി സ്വപ്നഭോഗോപലബ്ധിം പ്രതികരണത്വം ഭജതേ. സ്വപ്നഭോഗത്തെ ഉപലഭിക്കുന്നതിനുള്ള കാരണമല്ല ബുദ്ധി, മറിച്ച് സ്വയം ജ്യോതിസ്വരൂപമായ ആത്മാവാണ് ജാഗ്രസ്വപ്ന സുഷുപ്തികളിലെ വിഷയങ്ങളെ പ്രകാശിപ്പിക്കുന്നത്. ഈ വിഷയം നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ജാഗ്രത്തിൽ ഒരു വിഷയാകാരത്തിൽ അന്ധക്കരണം തീർന്നാൽ ആ അന്ധക്കരണ വൃത്തിയെയാണ് ആത്മാ പ്രകാശിപ്പിക്കുന്നത്. അപ്പോഴാണ് ആ വസ്തു അറിഞ്ഞു അല്ലെങ്കിൽ അറിയപ്പെട്ടു എന്ന ബോധം ഉണ്ടാവുന്നത്. അതിന് അനുകൂലം പ്രതികൂലം ഗുണം ദോഷം തുടങ്ങിയ ഭേദങ്ങളൊക്കെ ബുദ്ധി കൽപ്പിച്ചു കൊള്ളട്ടെ. പക്ഷേ അതിനെ പ്രകാശിപ്പിക്കുന്നത് ഞാൻ തന്നെയാണ്, ആത്മാവാണ്. അപ്പൊ ബുദ്ധിവൃത്തിയോട് കൂടിയതാണെന്ന് പറഞ്ഞാൽ സ്വപ്നഭോഗത്തെ ഉപലഭിക്കുന്നതിന് ഈ പറഞ്ഞ ബുദ്ധിവൃത്തി അല്ല കാരണം. പിന്നെ എങ്ങനെയാ ബുദ്ധിവൃത്തി എങ്ങനെയാ പ്രവർത്തിക്കണത്? പറയാണ് കിന്തർഹി. പിന്നെ എങ്ങനെയാന്ന് ചോദിച്ചാൽ പടചിത്രവത്, പടചിത്രം പോലെ ക്യാൻവാസിൽ ഒരു ചിത്രം വരച്ചു. അപ്പം ക്യാൻവാസിൽ വരച്ച ചിത്രം നമ്മൾ കാണുക. വലിയൊരു ക്യാൻവാസിൽ വലിയൊരു ചിത്രം വരച്ചു. ആ ചിത്രം ക്യാൻവാസിൽ നിന്ന് ഭിന്നമായിട്ടിരിക്കുന്നു. പക്ഷേ ക്യാൻവാസ് ഇല്ലെങ്കിൽ ചിത്രമുണ്ടോ? ഇല്ല. അവിടെ വിവിധങ്ങളായ വർണ്ണങ്ങൾ ചായങ്ങളെ കൊണ്ട് ചിത്രം വരച്ചു. ഇതുപോലെ ജാഗ്രത് വാസനാശ്രയാ ദൃശ്യ, ജാഗ്രത്തിലെ വാസനകളെ ആശ്രയിച്ച് കാണപ്പെടേണ്ടുന്നതായ വൃത്തികളോടുകൂടിയാണ് ധീരിക്കുന്നത്. ഒരു പടത്തിലെ ചിത്രം, ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ ജാഗ്രത സംസ്കാരങ്ങളാൽ ആലേഖനം ചെയ്യപ്പെട്ടതാണ് സ്വപ്നത്തിലെ ബുദ്ധി. ആ സ്വപ്നത്തിലെ ബുദ്ധി അല്ല പ്രകാശിപ്പിക്കുന്നത്, ആ ബുദ്ധിയെ അടക്കം പ്രകാശിപ്പിക്കുന്നവൻ വേറെ ഉണ്ട്. അതുകൊണ്ട് സധീഹി സ്വപ്നം പശ്യതി എന്നുള്ളത് ശരിയാ. ബുദ്ധിയോടൊത്തവനായിട്ടാണ് സ്വപ്നം കാണുന്നു എന്ന് നീ പറയുന്നത് ശരിയാണ്. എന്നാൽ സധീഹിയായി കാണുന്നതിനെയും കാണിപ്പിക്കുന്നതാരാ? ദ്രഷ്ടാവ് വേറെയല്ലേ? എന്താ അഭിപ്രായം? നോക്കൂ, ബുദ്ധിയാണ് കാണുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ബുദ്ധിയെ കാണുന്നത് എങ്ങനെയെന്ന് ചോദ്യം വരും. ബുദ്ധിയാണ്, ഒരാൾ പറയാണ് ബുദ്ധിയാണ് കാണുന്നത്. സധീഹി, ഞാൻ കണ്ണട ഇട്ടിട്ടാണ് കാണുന്നത് എന്താ പറയുക? അപ്പൊ കണ്ണട ഇട്ടിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണടയാണോ കാണുന്നത്? അല്ല. ഇപ്പൊ കണ്ണട നീലയാണെങ്കിൽ വർണ്ണങ്ങളിൽ നീലിമ കലരും, കണ്ണട മഞ്ഞയാണെങ്കിൽ ആ മഞ്ഞഭാവം കലരും. അത് ശരിയാ. അതുകൊണ്ട് കാണുന്നത് മഞ്ഞയാണെന്നോ നീലയാണെന്നോ പറയരുത്. അത് കണ്ണടയുടെ സവിശേഷതയാണ്. അതിൽ നിന്ന് ഭിന്നനാണ് കാണുന്നവൻ. ഇതുപോലെ ജാഗ്രത് വാസനകളാൽ വാസിതമായ ഒരു പടം, ആ പടത്തിൽ ധാരാളം ചിത്രങ്ങൾ സ്വപ്നത്തിലുണ്ടെങ്കിൽ അതിനെ കാണിക്കുന്നത് ബുദ്ധിയല്ല. ബുദ്ധിയെയും പ്രകാശിപ്പിക്കുന്നത് ആര് എന്ന് ചിന്തിക്കണം. അവനാണ് ഇവിടെ പ്രജാപതിയാൽ ഉപദേശിക്കപ്പെട്ടത്. കിഞ്ച അന്യത് ജാഗ്രത. അതുകൊണ്ട്
അതുകൊണ്ട് ന ദ്രഷ്ടുഹു സ്വയം ജ്യോതിഷ്വ ബാധാ സ്യാത്. അതുകൊണ്ട് ദ്രഷ്ടാവിൻ്റെ സ്വയം ജ്യോതിഷ്വം ബാധിക്കപ്പെടുന്നില്ല. സ്വപ്നത്തിൽ സധീഹി ആണ് എന്നുള്ളത് കൊണ്ട് സ്വയം ജ്യോതിസ്വരൂപം ബാധിക്കപ്പെടുന്നില്ല. ഒരു മഞ്ഞ ആവരണം വെച്ച ബൾബ് മഞ്ഞ വെളിച്ചത്തെ പുറത്തേക്ക് വിട്ടു, അതുകൊണ്ട് ആ ബൾബ് മഞ്ഞയാണെന്ന് പറയാൻ പറ്റില്ല. മഞ്ഞ വെളിച്ചമാണെന്ന് പറയാം, പക്ഷെ ആ മഞ്ഞ വെളിച്ചത്തെ ഉണ്ടാക്കുന്നത് മഞ്ഞയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മഞ്ഞ വെളിച്ചത്തെ ഉണ്ടാക്കുന്നത് ബൾബാണ്. ഇതുപോലെ സധീഹി ബുദ്ധിവൃത്തിയോട് ഒത്തിട്ട് സ്വപ്നം കാണുന്നു എന്ന് പറഞ്ഞാൽ കാണുന്നവൻ ബുദ്ധിവൃത്തിയല്ല, ബുദ്ധിവൃത്തിയെയും കണ്ടറിയുന്ന ആത്മസ്വരൂപമാണ്. കിഞ്ചന്യത് ജാഗ്രസ്വപ്നയോഹോ ഭൂതാനി ചാത്മാനം ച ജാനാതി ഇമാനി ഭൂതാനി അയം അഹമസ്മീതി പ്രാപ്തൗ സത്യാം പ്രതിഷേധഃ യുക്തഃ സ്യാത്. ന ആഹ ഖല്വയമിത്യാദി തഥാ ചേതനസ്യ ഏവ അവിദ്യാനിമിത്തയോഃ സശരീരത്വേ സതി പ്രിയാപ്രിയയോഃ അപഹതിഃ നാസ്തീത്യുക്ത്വാ തസ്യ ഏവ അശരീരസ്യ സതഃ വിദ്യായാം സത്യാം സശരീരത്വേ പ്രാപ്തയോഃ പ്രതിഷേധഃ യുക്തഃ അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ ഇതി. ഏകഃ ച ആത്മാ സ്വപ്നബുദ്ധാന്തയോഃ മഹാമത്സ്യവത് അസംഗഃ സഞ്ചരതീതി ശ്രുത്യന്തരേ സിദ്ധം. കിഞ്ച അന്യത് ജാഗ്രസ്വപ്നയോഃ ഭൂതാനി ച ആത്മാനം ച ജാനാതി ഇമാനി ഭൂതാനി അയമഹമസ്മീതി പ്രാപ്തൗ സത്യാം പ്രതിഷേധഃ യുക്തഃ സ്യാത്. ന ആഹ ഖല്വയമിത്യാദി തഥാ ചേതനസ്യ ഏവ അവിദ്യാനിമിത്തയോഃ സശരീരത്വേ സതി പ്രിയാപ്രിയയോഃ അപഹതിഃ നാസ്തി ഇത്യുക്ത്വാ തസ്യ ഏവ അശരീരസ്യ സതഃ വിദ്യായാം സത്യാം ശരീരത്വേ പ്രാപ്തയോഃ പ്രതിഷേധഃ യുക്തഃ അശരീരം വാവസന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ ഇതി. ഏകഃ ച ആത്മാ സ്വപ്നബുദ്ധാന്തയോഃ മഹാമത്സ്യവത് അസംഗഃ സഞ്ചരതീതി ശ്രുത്യന്തരേ സിദ്ധം. മാത്രമല്ല, കിഞ്ച അന്യത് മാത്രമല്ല, ജാഗ്രസ്വപ്നങ്ങളിൽ ഭൂതങ്ങളെയും തന്നെയും അറിയുന്നു. ജാഗ്രസ്വപ്നങ്ങളിൽ ഭൂതങ്ങളെയും തന്നെയും അറിയുന്നു. അറിയുന്ന ഞാൻ, ഏത് ഞാൻ? ജാഗ്രത്തിൽ വിഷയങ്ങളെ അറിഞ്ഞ ഞാൻ, എന്നാൽ അറിയപ്പെട്ട വിഷയങ്ങൾ. സ്വപ്നത്തിൽ വിഷയങ്ങളെ അറിഞ്ഞ ഞാൻ, എന്നാൽ അറിയപ്പെട്ട വിഷയങ്ങൾ എന്ന് തന്നെ വേർതിരിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ആര്? ദ്രഷ്ടാവ് ഉണ്ടല്ലോ, ഇല്ലേ? അത് നമ്മളൊക്കെ അങ്ങനെ അറിയുന്നില്ലേ? ഉണ്ടല്ലോ. ആത്മാനം ച ജാനാതി ഇമാനി ഭൂതാനി, ഈ ഭൂതങ്ങൾ എന്നറിയുന്നു. അഹമസ്മി, ഞാൻ ഉണ്ട്, ഞാൻ ആകുന്നു എന്നും അറിയുന്നു.
അപ്പോൾ ഭൂതങ്ങളെയും തന്നെയും എങ്ങനെ അറിയുന്നത്? ഇമാനി ഭൂതാനി സന്തി, ഈ ഭൂതങ്ങളുണ്ട് എന്നറിയുന്നു. അഹമസ്മീതി, ഞാൻ ഉണ്ട് എന്നും അറിയുന്നു. ഇത് പ്രാപ്തൗ സത്യം, അങ്ങനെ വന്നിരിക്കെ പ്രതിഷേധോ യുക്ത സ്യാത്, പ്രതിഷേധം യുക്തമാണ്. എന്താണ്? ഇതിലൊന്നും ഞാൻ ഭോഗ്യത്തെ കാണുന്നില്ല. ഓർമ്മിക്കണേ, അതായത് ഓരോ ഘട്ടത്തിൽ അറിഞ്ഞപ്പോഴും സന്തോഷമായി തിരിച്ചു പോയ ഇന്ദ്രൻ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതിൽ ഞാൻ ഭോഗ്യത്തെ കാണുന്നില്ല, അതുകൊണ്ട് ഇതിനപ്പുറത്തുള്ളത് എനിക്ക് ബോധിപ്പിക്കണം. അപ്പോഴാണ് ബ്രഹ്മാവ് പറഞ്ഞത് 32 കൊല്ലം തപസ് ചെയ്യൂ, 32 കൊല്ലം തപസ് ചെയ്യൂ, 5 കൊല്ലം തപസ് ചെയ്യൂ എന്നിങ്ങനെ. അങ്ങനെ 101 കൊല്ലം തപസ് ചെയ്തിട്ടാണ് നീക്കേണ്ടതിനെ നീക്കി ഇന്ദ്രൻ അറിഞ്ഞവനായത്. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ ഭൂതങ്ങളെയും മറ്റും നീക്കം ചെയ്ത്, ദൃശ്യമായതിനെ നീക്കം ചെയ്ത് ആണറിയുന്നത്. ആ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നാഹമത്ര ഭോഗ്യം പശ്യാമി, ഇതിൽ ഞാൻ സ്വീകരിക്കേണ്ടതായതിനെ കാണുന്നില്ലല്ലോ, ഇതല്ലല്ലോ ഉൾക്കൊള്ളേണ്ടത് എന്ന തിരിച്ചറിവ് ഇന്ദ്രനുണ്ടായതായിട്ട് പറയുന്നുണ്ട്. മനസ്സിലാവുണ്ടല്ലോ? ഓർമ്മിക്കണം കഴിഞ്ഞ ഭാഗം. ഓരോ സന്ദർഭത്തിലും വന്നിട്ട് ഇതിൽ ഞാൻ സ്വീകരിക്കേണ്ടതായിട്ടൊന്നും കാണുന്നില്ല എന്നാണ് ഇന്ദ്രൻ പറയുന്നത്. അപ്പോഴാണ് ബ്രഹ്മാവ് നിർദ്ദേശിച്ചത്, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തോളൂ, ഒരു 32 കൊല്ലം കൂടി തപസ് ചെയ്തിട്ട് വന്നോളൂ. നേരെ മറിച്ച് ഈ സ്ഥൂല ശരീരം തന്നെ ആത്മാവ്, ഛായാത്മാവ് എന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല വിരോചനൻ. പക്ഷെ വിരോചനൻ അതിൽ ഭോഗ്യം കണ്ടു, തൃപ്തനായിട്ട് അവിടെ ഇരുന്നു. ബ്രഹ്മാവ് പോയി ഉപദേശിച്ചോ? ഏയ് വിരോചന, നീ എൻ്റെ അറിവ് ശരിയല്ല കേട്ടോ, ഞാൻ നിനക്ക് ശരിയായത് ഉപദേശിക്കാമെന്ന് ബ്രഹ്മാവ് പറഞ്ഞില്ല. കാരണം അവൻ തൃപ്തനാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ, എന്തിനവനെ ഞാൻ പിടിച്ചു കിടക്കുന്നത്? അവൻ സ്വയം അതൃപ്തനായി വന്നാൽ മതിയല്ലോ അടുത്ത തലം ഉപദേശിക്കുക. അപ്പോൾ ചിലർ വിചാരിച്ചേക്കാം, ഈ ബ്രഹ്മാവ് ആൾ ദുഷ്ടനാണല്ലോ, തൻ്റെ ശിഷ്യൻ അജ്ഞാനിയായി കഴിഞ്ഞിട്ടും ഗുരുവിന് സന്തോഷം തന്നെയാണല്ലോ. അവന് സന്തോഷമാണെങ്കിൽ പിന്നെ തനിക്കെന്തിനാ സന്തോഷം ഇല്ലാണ്ടാവുന്നേ? മനസ്സിലായില്ല? അവൻ അജ്ഞാനത്തിൽ സന്തോഷമുണ്ടെങ്കിൽ അത് തനിക്കും സന്തോഷകരമല്ലേ? എന്താ അഭിപ്രായം? അതൊരു ശരിയായ ഗുരുവിൻ്റെ, ശരിയായ ഗുരു തെറ്റായ ഗുരു എന്നൊന്നും നീ പറയല്ലേ. ബ്രഹ്മാവ് ബ്രഹ്മാവ് തന്നെയാണ്. ഇങ്ങോട്ട് വന്ന ആൾക്ക് ഉപദേശിക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ ശൈലി. അത് ആരെയും കയറി പിടിച്ച് വിളിച്ചിട്ടൊന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. ഇന്ദ്രനും വിരോചനും ഇങ്ങോട്ട് സമീപിച്ചതാണ്, അവർക്ക് ബ്രഹ്മാവ് ഉപദേശം കൊടുത്തു, അത്രയേ ഉള്ളൂ. അവർ തെറ്റിദ്ധരിച്ചു പോയി, സന്തോഷമായി നോക്കി ഇരുന്ന് പോയപ്പോൾ. അത് കഴിഞ്ഞിട്ട് അതിൽ ഒരുവനെ തിരിച്ചു വന്നുള്ളൂ. അന്നാ പിടിച്ചു വന്നുകൊണ്ട് ഉപദേശിച്ചില്ല. 32 കൊല്ലം പോയി തപസ് ചെയ്ത് വന്നാൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു കൊടുത്താൽ അത് തന്നെ. പക്ഷെ 32 കൊല്ലത്തെ തപസ് കൊണ്ട് സൂക്ഷ്മമായി ഗ്രഹിച്ചു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ വീണ്ടും അതിൽ ഭോഗ്യം കാണാതെ വന്നപ്പോൾ വീണ്ടും വന്നു. അപ്പോഴാണ് ഉപദേശിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഇന്ദ്രൻ്റെ പിന്നാലെ പോയിട്ട് ഉപദേശിക്കുന്നൊന്നുമില്ല ബ്രഹ്മാവ്. ആചാര്യ ഗുരുക്കന്മാരുണ്ടാവുമായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. എന്തായാലും ഇവിടെ ബ്രഹ്മാവ് അങ്ങനത്തെ ഗുരുവല്ല. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നുണ്ട് 3 ഗുരുക്കന്മാരെക്കുറിച്ച്, 3 തരം ഗുരുക്കന്മാരെക്കുറിച്ച്. അത് വൈദ്യനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഒരു വൈദ്യം പറയുന്നു, നിങ്ങളുടെ രോഗമൊക്കെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു, അപ്പോൾ ഈ മരുന്ന് കഴിച്ചാൽ മതി, 3 മാസം ഇത് സേവിച്ചോളൂ എന്ന് കുറിച്ച് കൊടുക്കുകയാണ്. അതാണ് ഒരു വൈദ്യൻ. രണ്ടാമത്തെ വൈദ്യൻ രോഗിയെ പിടിച്ചിട്ട് കുടിപ്പിക്കുകയാണ് മരുന്ന്. മൂന്നാമത്തെ വൈദ്യൻ ചാവിട്ടി വീഴ്ത്തിയിട്ട് വായ തുറന്നിട്ട് കഷായം കുടിപ്പിച്ചിട്ട് എന്നിട്ടേ വിടുന്നുള്ളൂ. അപ്പോൾ ആചാര്യ വൈദ്യന്മാരുണ്ട്, എല്ലാവരും ഇപ്പം അങ്ങനത്തെ വൈദ്യന്മാരാകുമോ? ബ്രഹ്മാവ് എന്തായാലും കുറിച്ചു കൊടുക്കുന്ന വൈദ്യനാണ്, ഈ ചവിട്ടി മരുന്ന് കൊടുക്കുന്ന വൈദ്യനൊന്നുമല്ല. അങ്ങനത്തെ ഗുരുക്കന്മാരുണ്ടാവുമായിരിക്കാം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അയാൾ അജ്ഞാനിയായി പോയല്ലോ എന്നുള്ള സങ്കടമില്ല.
മനസ്സിലായില്ല? അതുകൊണ്ട് ഇത്ര നാഹമത്ര ഭോഗ്യം പശ്യാമി എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഉപദേശിക്കുന്നത്. അതാണ്. തഥാ ചേതനസ്യ അവിദ്യാനിമിത്തയോः സശരീരത്വേ സതി പ്രിയാപ്രിയയോः അപഹതി നാസ്തി ഇത്യുക്ത്വാ തസ്യേവ അശരീരസ്യ സതഃ വിദ്യായാം സത്യാം സശരീരത്വേ പ്രാപ്തയോः പ്രതിഷേധः യുക്തः അശരീരം വാവ സന്തം ന പ്രിയാപ്രിയേ സ്പൃശത ഇതി. സ്വാഭാധികമായി ഇരിക്കുന്ന കാലത്തോളം സധീഹി, സധീഹി എന്ന് പറയില്ലേ, സ്വാഭാധികമായി ഇരിക്കുന്ന കാലത്തോളം, സശരീരനായിരിക്കുന്ന കാലത്തോളം പ്രിയാപ്രിയങ്ങൾ ഇല്ലാതാവുകയില്ല എന്ന് പറഞ്ഞിട്ട് അതേ ആൾക്ക് അശരീരനായി കഴിഞ്ഞാൽ അയാൾക്ക് പ്രിയാപ്രിയങ്ങൾ ഉണ്ടാവില്ല എന്നും ബ്രഹ്മാവ് പറഞ്ഞു കൊടുത്തു. ഇതിൽ പരം എന്ത് പറഞ്ഞു കൊടുക്കാനാ? അപ്പം നീ ഉപാധികളെ മാറ്റി ആ ഉപാധികളെ കണ്ടറിയുന്ന തന്നെ വേർതിരിച്ചറിയണമെന്നല്ലേ ഉപദേശം? അല്ലേ? അപ്പം പ്രിയാപ്രിയങ്ങൾ ഉണ്ടാവില്ല. അല്ലാതെ ശരീരാദ്യ ഉപാധികളോട് താതാത്മ്യപ്പെട്ടിരിക്കുന്ന കാലത്തോളം പ്രിയാപ്രിയങ്ങൾ ഉണ്ടാക്കും. ഏകശ്ചാത്മാ സ്വപ്നബുദ്ധാന്തയോः മഹാമത്സ്യവദസംഗഃ സഞ്ചരതീതി ശ്രുത്യന്തരേ സിദ്ധം. വേറൊരു ശ്രുതിയിൽ എന്ന് പറഞ്ഞാൽ ബൃഹദാരണ്യകോപനിഷത്തിൽ ഒരു മഹാമത്സ്യ ദൃഷ്ടാന്തം പറഞ്ഞിട്ടുണ്ട്. ഒരു മഹാമത്സ്യം, അത് വലിയൊരു നദിയിൽ ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് പോകുന്നു, ആ കരയിൽ നിന്ന് ഈ കരയിലേക്ക് പോകുന്നു. ഒരു കര ജാഗ്രതാണ്, മറ്റേ കര സ്വപ്നമാണ്. അപ്പം ജാഗ്രതയിലിരുന്ന് കുറച്ചു നേരം, പിന്നെ ഈ മഹാമത്സ്യം സ്വപ്നത്തിൽ പോയി. സ്വപ്നത്തിൽ കുറച്ചു നേരം ഇരുന്ന മഹാമത്സ്യം ജാഗ്രതയിൽ പോയി. അപ്പം എന്ത് മനസ്സിലാക്കാം? ഈ മഹാമത്സ്യം സ്വപ്നവുമല്ല ജാഗ്രതുമല്ല. ഇടയ്ക്ക് സ്വപ്നം പോയി അനുഭവിക്കും, ഇടയ്ക്ക് ജാഗ്രത പോയി അനുഭവിക്കും. രണ്ടിൽ നിന്നും ഭിന്നനാണെന്ന് മനസ്സിലാക്കാം. ഇതുപോലെ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ മൂന്നുമല്ല തൻ്റെ സ്വരൂപം ദ്രഷ്ടാവിൻ്റെ സ്വരൂപമാണ്. ആ ദ്രഷ്ടാവിൻ്റെ സ്വരൂപത്തിൽ താൻ ഉറയ്ക്കുമ്പോൾ അശരീരനാകുമ്പോൾ പ്രിയാപ്രിയങ്ങൾ ഇല്ലാതാകുന്നു. സശരീരനാകുന്ന കാലത്തോളം പ്രിയാപ്രിയങ്ങൾ ഇല്ലാതാകുന്നില്ല. ഇതാണ് താത്പര്യം. ഒന്നിച്ച് പോണേ. ഒന്നിച്ച് പോകുന്നില്ലാച്ചാൽ നമുക്ക് എത്ര വേണമെങ്കിൽ ചർച്ച ചെയ്യാം. പക്ഷെ മുൻഭാഗം ഭാഷ്യം വായിക്കാൻ പറയരുത്, അത്രയേ ഉള്ളൂ. മുൻഭാഗം വായിക്കാൻ പറഞ്ഞാൽ അവിടെ ഇതന്നെപ്പോൾ തീരില്ല. അടുത്ത പ്രാവശ്യവും ഇതന്നെ തുടരേണ്ടി വരും, നടുവൊന്ന് പിടിക്കേണ്ടി വരും. അല്ലാണ്ട് ഇപ്പം നിവൃത്തിയില്ലല്ലോ. അതിലിപ്പോൾ ഭാരതത്തിലിപ്പോൾ വലിയ വണ്ടി ഏതാ? വലിയ റൂട്ട് ഏതാ? തീവണ്ടിയുടെ വലിയ റൂട്ട് ഏതാ? കന്യാകുമാരി ജമ്മുതാവി അല്ല, അത് പണ്ട് ഡിബ്രൂഗർ വിവേക് എക്സ്പ്രസ്സാണ്. കന്യാകുമാരി ഡിബ്രൂഗർ വിവേക് എക്സ്പ്രസ്സാണ് ഏറ്റവും വലിയ നീളമുള്ള റൂട്ട്. പണ്ട് ജമ്മുതാവി ആയിരുന്നു, അത് പണ്ട് അക്കാലമൊക്കെ പോയി. അതിൽ കന്യാകുമാരിയിൽ നിന്ന് ഡിബ്രൂഗറിലേക്ക് പോകുന്നവർ എത്ര പേരുണ്ടാവും? കയറി വന്നാൽ 2-3 പേരേ ഉണ്ടാവുള്ളൂ. പക്ഷെ വണ്ടി എപ്പോഴും ഫുള്ളാണ്. കയറുക ഇറങ്ങുക അതേ ക്ലാസ്സിലും പറ്റുള്ളൂ. അല്ലാണ്ട് പറ്റില്ല. അല്ലാണ്ട് കഴിഞ്ഞ ഭാഗം വൈക്ക് പറഞ്ഞാൽ വീണ്ടും നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടണം, പിന്നെ അവിടെ തന്നെ പുറപ്പെടണം. എവിടുന്ന് ആൾ കയറി പറ്റി അവിടുന്ന് കയറി പറ്റുക. എവിടെ ഇറങ്ങാൻ തോന്നണോ ഇനി പോണ്ട, അവിടെ പോണ്ട. എന്തിനാ വരുന്നത്? ഒരു നിർബന്ധമില്ല. അത്രയേ ഉള്ളൂ. പക്ഷെ ഒന്ന് കയറിയാൽ അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കൊന്ന് പരിചയമാവും, ഇല്ലേ? അതാവും. ഒരു സ്റ്റേഷൻ വരെ അപരിചിതത്വമൊക്കെ ഉണ്ടാക്കണം.
ഒരു അപരിചിതത്വം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ പരിചയമായി. എവിടെയാ, വീടേതാ, നാട് എവിടെയാണ്, നക്ഷത്രം ഏതാന്ന് വരെ ഗ്രഹസ്ഥിതി അടക്കം കിട്ടും ചിലപ്പോൾ ചില ആൾക്കാർക്ക്, ഇല്ലേ? ഉണ്ട്. പക്ഷെ ഇപ്പം ജനങ്ങൾക്ക് വേറൊരു കുഴപ്പമുണ്ട്. ഞാൻ ഛാന്തോക്യോപനിഷത്തല്ല, പൊതുവെ പരസ്പരം വർത്തമാനം പറയുന്നതും സ്നേഹിക്കുന്നതൊക്കെ കുറവാണ്. വലിയ കഷ്ടമാണ്. ഞാനാരെയും വിടലില്ല. ഞാൻ രണ്ട് ഭാഗത്തുള്ളവരോടും വർത്തമാനം പറഞ്ഞ് ലോഹ്യം പറഞ്ഞ്, ഫ്ലൈറ്റിലൊന്നും വെച്ചാൽ മുണ്ടൂല ഒരാൾ. അതെ, എന്തോ ഒരു വർത്തമാനം പറഞ്ഞത് ഒരു മോശം പോലെയാണ്. പണ്ടൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഒക്കെ പരിചയക്കാരാവില്ല, ഉണ്ടോ ഇല്ലയോ? ഒരു 10 കൊല്ലം മുമ്പ് നമ്മളിപ്പോൾ കണ്ണൂരിൽ നിന്ന് കോഴിക്കോടേക്ക് വരുമ്പോഴത്തേക്ക് ഒരുവിധം എവിടെയാ നാട്, വീട്, ഭർത്താവ്, ഭാര്യ, കുട്ടികൾ, എല്ലാ വർത്തമാനവും നമുക്കറിയും. ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കണത് തന്നെ ഒരു കുറച്ചിലായിട്ട് ആൾക്കാർ മാനിക്കണം. ഞാനാരെയും വിടാറില്ല കേട്ടോ. ഞാൻ വർത്താനം പറയുന്നുണ്ട്. എവിടുന്നാ, എന്താ, ചിലർക്കൊന്നും തീരെ ഇഷ്ടപ്പെടില്ല. അപ്പോൾ അവർ 2-3 ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് അവർക്ക് ഇഷ്ടാവും. ചിലർക്ക് ഇവനൊന്നും ഒരു തൊഴിലും ഇല്ലെന്ന്, എന്നിട്ട് ഈ സാധനം ഞെക്കിയിരിക്കുക. ഇതല്ലാണ്ട് ഞെക്കിക്കൂടെ? മനുഷ്യന്മാർ ഒത്തുചേർന്നിരിക്കുമ്പോൾ ശ്രീരാമൻ്റെ ഒരു സ്വഭാവം വാൽമീകി മഹർഷി ഏറ്റവും വർണ്ണിച്ചെന്താണെന്നറിയോ? പൂർവഭാഷിന്ന്. ശ്രീരാമനെക്കുറിച്ച് അനേക ലക്ഷണങ്ങൾ പറയുന്ന കൂട്ടത്തിൽ വാൽമീകി മഹർഷി ഏറ്റവും അധികം പറഞ്ഞത് പൂർവഭാഷി എന്നാണ്. ഒരു സഭയിൽ കൂടിയിരിക്കുമ്പോൾ ആദ്യം വർത്താനം പറയുന്ന ആൾ. സാന്ദർഭികമായി പറഞ്ഞു മാത്രം. നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾക്ക് അത് മുഖ്യമാണ്. നമ്മൾ പറയാറുണ്ടോ? എന്താ അഭിപ്രായം? പറയണം. അടുത്തിരിക്കുന്ന ആൾക്കാരായിട്ട് വർത്താനം പറയണം, നിർബന്ധ. അതിലൊരു കുറച്ചിലും ഇല്ല. അപ്പോഴേ നമ്മൾ ഒന്നാന്ന് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. ഇരിക്കട്ടെ. അപ്പോൾ പറഞ്ഞത് എന്താ വെച്ചാൽ അപ്പോഴത്തേക്ക് ഒരു സ്റ്റേഷൻ കഴിയുമ്പോഴത്തേക്ക് ബന്ധമായിക്കോളും. അതുപോലെ ഇതിലും പറ്റുള്ളൂ. അല്ലാണ്ട് കഴിഞ്ഞതൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ വിഷമം. അങ്ങനെ ജാഗ്രത സ്വപ്ന വിലക്ഷണത്വം പറഞ്ഞു. ജാഗ്രത ദൃശ്യത്തിൽ നിന്നും വിലക്ഷണത്വം, സ്വപ്ന ദൃശ്യത്തിൽ നിന്നും വിലക്ഷണത്വം. അപ്പം സധീഹി സ്വപ്നം പശ്യതി എന്ന് ആരെങ്കിലും ആരോപിക്കുകയാണെങ്കിൽ, ബുദ്ധിവൃത്തിയോട് ഒത്തിട്ടാണ് സ്വപ്നം കാണുന്നത് എന്ന് പറയുകയാണെങ്കിൽ, അത് ക്യാൻവാസിൽ വരച്ച ചിത്രം പോലെ ജാഗ്രത സംസ്കാരങ്ങളാൽ വാസിതമായ ബുദ്ധിയാണ്. അതിനെയും കാണിക്കുന്നവൻ ഭിന്നനാണ്, ആണല്ലോ. അപ്പം സുഷുപ്തിയിലോ? ചോദ്യം. യച്ചോക്തം സംപ്രസാദഃ ശരീര സമുത്ഥായ യസ്മിൻ സ്ത്രിയാദിഭിഃ രമമാണഃ ഭവതി സഹ അന്യഃ സംപ്രസാദാത് അധികരണ അനിർദിഷ്ടഃ ഉത്തമഃ പുരുഷഃ ഇതി തദപി അസത്. ചതുർത്ഥേപി പര്യായേ ഏതം ത്വേവതേ ഇതി വചനാത് യദി തതഃ അന്യഃ അഭിപ്രേതഃ സ്യാത് പൂർവവത് ഏതം ത്വേവത ഇതി ന ബ്രൂയാത് മൃഷാ പ്രജാപതിഃ. യച്ചോക്തം സംപ്രസാദഃ ശരീരാത് സമുത്ഥായ യസ്മിൻ സ്ത്രിയാദിഭിഃ രമമാണഃ ഭവതി സഹ അന്യഃ സംപ്രസാദാത് അധികരണ നിർദ്ദിഷ്ടഃ ഉത്തമഃ പുരുഷഃ ഇതി തദപി അസത്. ചതുർത്ഥേ അപി പര്യായേ ഏതം ത്വേവതേ ഇതി വചനാത് യദി തതഃ അന്യഃ അഭിപ്രേതഃ സ്യാത് പൂർവവത് ഏതം ത്വേവതേ ഇതി ന ബ്രൂയാത് മൃഷാ പ്രജാപതിഃ. അപ്പോൾ സംപ്രസാദൻ,
സംപ്രസാദൻ എന്ന് പറഞ്ഞാൽ സുഷുപ്താവസ്ഥയിൽ സമ്യക് പ്രസന്നമായ ഭാവത്തിൽ നിലകൊള്ളുന്ന പുരുഷനാണ്. നമ്മളൊക്കെ സുഷുപ്താവസ്ഥയിൽ സംപ്രസാദന്മാരാ അല്ലേ? അല്ല, അവിടെ ആണ് പെണ്ണ് വ്യത്യാസമുണ്ടോ സുഷുപ്തിയിൽ? ഇല്ല. പണക്കാരൻ പാവപ്പെട്ടവൻ ഇല്ല, പണ്ഡിതൻ പാമരൻ ഇല്ല. എല്ലാവരും സമ്യക് പ്രസന്നമായ ഭാവത്തോടു കൂടിയിരിക്കുക. ജാഗ്രത സ്വപ്നങ്ങളിലെ ഓളങ്ങളെല്ലാം അടങ്ങി. അങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളിലെ ഓളങ്ങളെല്ലാം അടങ്ങിയ സമ്യക് പ്രസന്നമായ ഭാവത്തോടു കൂടിയാണ് സുഷുപ്തി പുരുഷനായിട്ട് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പേരാണ് സംപ്രസാദൻ എന്ന്. അപ്പോൾ ഈ സംപ്രസാദൻ തന്നെയാണ് ആത്മാവ് എന്നുള്ളൊരു പക്ഷമുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ടത് സംപ്രസാദൻ തന്നെയാണ് ആത്മാവ്. ശ്രദ്ധിക്കണം, സ്വപ്നസ്ഥൻ തന്നെയാണ് ആത്മാവ്. ജാഗ്രത് അനുഭവി തന്നെയാണ് ആത്മാവ് എന്ന് പറയുമ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തങ്ങളിലെ വിശേഷങ്ങളെ മാറ്റണം. അങ്ങനെ വിശേഷങ്ങളെ മാറ്റിയാൽ ജാഗ്രത അനുഭവിയും സ്വപ്നാനുഭവിയും വ്യത്യാസമില്ല. അങ്ങനെ വിശേഷങ്ങളെ മാറ്റാതിരുന്നാൽ ജാഗ്രത അനുഭവി സ്ഥൂലാനുഭവിയാണ്, സ്വപ്നാനുഭവി സൂക്ഷ്മാനുഭവിയാണ്, സുഷുപ്തി അനുഭവി കാരണാനുഭവിയാണ്. ഈ 3 കുപ്പായം എടുത്ത് മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ ആത്മാവ് കേവലനാണ്. അപ്പോൾ ഒരാൾ പറയാണ് ജാഗ്രതയിൽ യാതൊരാൾ സകലത്തെയും കാണുന്നുവോ അത് തന്നെയാണ് ആത്മാവ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ സ്ഥൂലബുദ്ധിയായ ആൾ എന്ത് വിചാരിച്ചു? ഈ ഞാൻ ശരീരാദ്യ അഭിമാനത്തോടു കൂടി സ്ഥൂല വിഷയങ്ങളെയൊക്കെ അറിയുന്ന ഞാൻ തന്നെയാണ് ആത്മാവ് എന്നവിടെ മനസ്സിലായി. പക്ഷെ പിന്നെയാണ് വേർതിരിക്കുന്നത്. അതുപോലെ സ്വപ്നത്തെ വേർതിരിക്കണം, സുഷുപ്തിയെ വേർതിരിക്കണം. അങ്ങനെ വേർതിരിക്കുമ്പോൾ ആത്മഭാവം ഏകമാണ്, അവസ്ഥാത്രയ അതീത. അവസ്ഥാത്രയ അതീതനാണ്. എന്നാൽ അവസ്ഥാത്രയത്തിലൂടെ കറങ്ങുന്നവനുമാണ്. രണ്ടും ഒരേ സമയത്താണ് ഇല്ലേ? ഓടുന്നവനും അവൻ തന്നെ, ഓടാത്തവനും അവൻ തന്നെ. സ്വപ്നേ സജീവ സുഖദുഃഖഭോക്ത സ്വമായയാ കൽപ്പിത. അപ്പോൾ സ്വപ്നത്തിൽ ആ ജീവൻ തന്നെ, അവൻ തന്നെയാ എന്ത് സുഖദുഃഖങ്ങളെ ഭോഗിക്കുന്നത്. സ്വമായ കൽപ്പിതമായിട്ടത് ഇത്രയേ ഉള്ളൂ. അപ്പം ആത്മാവ് തന്നെയാണ് ജാഗ്രത അനുഭവി, ആത്മാവ് തന്നെയാണ് സ്വപ്നാനുഭവി, ശരിയാ. പക്ഷെ ആത്മഭാവത്തെ വേർതിരിച്ചെടുക്കണമെങ്കിൽ ജാഗ്രത സ്വപ്ന വിശേഷങ്ങളെ നമ്മൾ മാറ്റണം. അതാ പറയുന്നത്. അപ്പം സംപ്രസാദനായിട്ട് ശരീരത്തിൽ നിന്ന് ഉയർന്ന് സ്ത്രീയാദിഭിഹി രമമാണഹ ഭവതി, സ്ത്രീ തുടങ്ങിയവകളോടുകൂടി രമിക്കുന്നവനായി തീരുന്നു. സ്ത്രീ തുടങ്ങിയവയോടുകൂടി രമിക്കുന്നവനാകുന്നു എന്ന് പറയുമ്പോൾ പുരുഷൻ തുടങ്ങിയവയോടുകൂടി രമിക്കുന്നവനാകുന്നു എന്ന് പറയാം സ്ത്രീകളോട് പറയുമ്പോൾ. എന്തുകൊണ്ട്? സ്ത്രീ പുരുഷാദി ഭേദഭാവങ്ങളൊക്കെ ജാഗ്രത സ്വപ്നങ്ങളിലേ ഉള്ളൂ. അതുകൊണ്ട് ഇവൻ പോയിട്ട് എന്തായി? സ്ത്രീ തുടങ്ങിയവയോടുകൂടി രമിച്ചു. തുടങ്ങിയവ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപാർക്കുണ്ടാവാനിടയില്ല. സ്ത്രീയോടുകൂടി രമിക്കുന്നു എന്നല്ല പറഞ്ഞത്, സ്ത്രീ തുടങ്ങിയവയോടുകൂടി രമിക്കുന്നു എന്നാണ് പറഞ്ഞത്. തുടങ്ങിയവ എന്ന് പറഞ്ഞാൽ പുരുഷനാവാം, പിന്നെന്തൊക്കെയാണെന്ന് അറിയില്ല, പലതും ആവാം. വിഷയങ്ങളെന്നേ അർത്ഥമുള്ളൂ. സഹ അന്യ സംപ്രസാദാത് അധികരണ നിർദ്ദിഷ്ട ഉത്തമ പുരുഷ. അവൻ അധികരണത്താൽ നിർദ്ദേശിക്കപ്പെട്ട ഉത്തമ പുരുഷനാണത്. സംപ്രസാദനിൽ നിന്ന് ഭിന്നനാണെന്ന് പറയരുത്. സംപ്രസാദൻ തന്നെ സ്വാഭാധികനാകുമ്പോഴാണത്. അവൻ തന്നെ സ്വപ്നാനുഭവിയാകുമ്പോൾ അങ്ങനെ, അവൻ തന്നെ ജാഗ്രത അനുഭവിയാകുമ്പോൾ അങ്ങനെ, അവൻ വ്യത്യാസമില്ല. അതുകൊണ്ട് സ്വപ്നാനുഭവം നേടുന്ന ജീവനെന്ന് വേറെ, സുഷുപ്തി അനുഭവം നേടുന്ന ആത്മാവെന്ന് വേറെ എന്നാരും പറഞ്ഞേക്കരുത്. മനസ്സിലായില്ല? ഒരാൾ തന്നെ ഈ ലോകത്ത് പോയപ്പോൾ അവിടുത്തെ അനുസരിച്ച് കളിച്ചു, അയാൾ ഈ ലോകത്ത് പോയപ്പോൾ
അവിടുത്തെ അനുസരിച്ച് കളിച്ചു. ആളൊന്നു തന്നെയാണ്. ചിന്തിക്കുക. അപ്പം ജാഗ്രത അനുഭവിയായിട്ട് സ്ഥൂല വിഷയങ്ങളെ ഭുജിച്ചതും സ്വപ്നാനുഭവിയായിട്ട് സൂക്ഷ്മ വിഷയങ്ങളെ ഭുജിച്ചതും സുഷുപ്തി അനുഭവിയായിട്ട് കാരണത്തെ ഭുജിച്ചതും ഒരാൾ തന്നെയാണ്. അപ്പം ഭിന്നനാണെന്ന് പറഞ്ഞേക്കരുത്. കാരണം എന്തുകൊണ്ടെന്നാൽ ഇവിടെയും ചതുർത്ഥേപി പര്യായേ, 4-ാം വട്ടം വന്നപ്പോൾ, ആര് 4-ാം വട്ടം വന്നപ്പോൾ? വിരോചനല്ല, വിരോചനം ഒറ്റ പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. ഇന്ദ്രൻ. വിരോചനം തൃപ്തനായി പോയില്ലേ? വിരോചനം വലിയ ആചാരനായിട്ട് അവിടെ ഉപദേശിച്ചു. വിരോചനല്ല, ഇന്ദ്രൻ 4-ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ഏതം ത്വേപതേ ബ്രവീമി, ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം എന്നാ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞുതരാം, വേറെ ആത്മാവിനെ കുറിച്ചല്ല. അപ്പം ആദ്യം സ്ഥൂലമായിട്ട് പറഞ്ഞ അതിനെക്കുറിച്ച് തന്നെയാണ് സൂക്ഷ്മമായി പറഞ്ഞത്. അതിനെക്കുറിച്ച് തന്നെയാണ് കാരണമായിട്ട് പറഞ്ഞത്. അതിനെക്കുറിച്ച് തന്നെയാണ് സ്ഥൂല സൂക്ഷ്മ കാരണ വിലക്ഷണമായി പറഞ്ഞത്. ആത്മാവ് ഒന്ന് തന്നെ, രണ്ടല്ല. അതുകൊണ്ടാണ് ഏതം ത്വേപത്തെ ഇത്. അല്ലാതെ ബ്രഹ്മാവ് നുണ പറയുകയില്ല. ന മൃഷാ ബ്രൂയാത് പ്രജാപതി. ഒരാൾ ഒരു വളരെയധികം സാധു അലങ്കൃതനായിട്ട് വന്നു. ഇപ്പോൾ പട്ടുവസ്ത്രം ധരിച്ച് അല്ലേ, എന്തൊക്കെയാണ് സാധു അലങ്കാരം വെച്ചാൽ അതൊക്കെ കൂട്ടിക്കോളൂ. എന്തൊക്കെയോ ഉണ്ട്, എന്താണെന്നൊന്നും പറയാൻ വയ്യ. അങ്ങനെ എന്തൊക്കെയോ അലങ്കാരങ്ങളൊക്കെ ചെയ്ത് മാലകൾ വളകൾ അത് ഇതൊക്കെ ഇട്ട് വന്നു. അപ്പം പറഞ്ഞു ഇതാണ് ആത്മാവ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതൊക്കെ അഴിച്ചു വെക്കാൻ പറഞ്ഞു. അതൊക്കെ അഴിച്ചു വെച്ചപ്പോൾ അതേ ആത്മാവാണ് അതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നീ കിടന്ന് ഉറങ്ങിക്കോന്ന് പറഞ്ഞു. സുഷുപ്തി സ്വപ്നത്തിൽ ഉപദേശമില്ല, പക്ഷേ ആ സ്വപ്നസ്ഥൻ തന്നെയാണ് ആത്മാവ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവൻ സുഷുപ്തി പ്രാപിച്ചു, അത് തന്നെയാണ് ആത്മാവ് എന്ന് പറഞ്ഞു. ഒരു വ്യത്യാസവും ഇല്ലല്ലോ ഉപദേശത്തിന്. അപ്പോൾ ഒരാളെ കുറിച്ച് തന്നെയല്ലേ പറയണത്? അതെ, ആ ഒരാൾ ഉപാധികളെ മാറ്റിയിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. കിഞ്ച അന്യ തേജോ അപന്നാദീനാം സ്രഷ്ടുഃ സതഃ സ്വവികാരദേഹശുംഗേ പ്രവേശം ദർശയിത്വാ പ്രവിഷ്ടായ പുനഃ തത്വമസീത്യുപദേശഃ മൃഷാ പ്രസജ്യേത. തസ്മിൻ ത്വം സ്ത്രിയാദിഭിരന്താ ഭവിഷ്യസീതി യുക്തഃ ഉപദേശഃ. അഭവിഷ്യത് യദി സംപ്രസാദാദ് അന്യഃ ഉത്തമഃ പുരുഷഃ ഭവേത്. തഥാ ഭൂമ്നി അഹമേവ ഇത്യാദിശ്യ ആത്മാ ഏവ ഇദം സർവമിതി ന ഉപസംഹരിഷ്യത് യദി ഭൂമാ ജീവാദന്യഃ അഭവിഷ്യത് ന അന്യഃ അതഃ അസ്തി ദ്രഷ്ടാ ഇത്യാദി ശ്രുത്യന്തരാദ് ച. സർവശ്രുതിഷു ച പരസ്മിൻ ആത്മശബ്ദപ്രയോഗഃ ന അഭവിഷ്യത്. പ്രത്യേകാത്മാ ചേത് സർവജന്തൂനാം പര ആത്മാ ന ഭവേത്. തസ്മാത് ഏക ഏവ ആത്മാ പ്രകരണീ സിദ്ധഃ. കിഞ്ച അന്യത് തേജോ അപന്നാദീനാം സ്രഷ്ടുഃ സതഃ സ്വവികാരദേഹശുംഗേ പ്രവേശം ദർശയിത്വാ പ്രവിഷ്ടായ പുനഃ തത്വമസി ഇത്യുപദേശഃ മൃഷാ പ്രസജ്യേത. തസ്മിൻ ത്വം സ്ത്രിയാദിഭിഃ രന്താ ഭവിഷ്യസീതി യുക്തഃ ഉപദേശഃ അഭവിഷ്യത് യദി സംപ്രസാദാദ് അന്യഃ
उत्तमः पुरुषः भवेत् तथा भूम्नि अहमेव इत्यादिश्य आत्मैवेदं सर्वम् इति न उपसंहरिष्यत् यदि भूमा जीवादन्यः अभविष्यत् न अन्यः अतः अस्ति द्रष्टा इत्यादि श्रुत्यन्तरा च सर्वश्रुतिषु च परस्मिन् आत्मशब्दप्रयोगः न अभविष्यत् प्रत्यगात्मा चेद सर्वजन्तूनां पर आत्मा न भवेत् तस्माद् एक एव आत्मा प्रकरणे सिद्धः. മാത്രമല്ല കുറച്ചും കൂടി മുമ്പിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. കുറച്ചും കൂടി മുമ്പിലേക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ 8-ാം അധ്യായമാണ് പഠിക്കുന്നത്. അവിടുന്ന് 2 അധ്യായം കൂടി പിന്നിലേക്ക് 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. തത്വമസി ഉപദേശിക്കുന്നതിന് മുമ്പ് ആ പ്രകരണത്തിൽ എന്താണ് തേജസ്, അപ്പ്, അന്നം എന്നിവയുടെ ആവിഷ്കാരത്തെ പറഞ്ഞു. തേജസ് അഗ്നി, അപ്പ് ജലം, അന്നം ഭൂമി. അഗ്നി, ജലം, ഭൂമി എന്നിവയുടെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞു. അവിടെ വലിയ ചർച്ച വന്നിരുന്നു. എത്ര പേര് ഓർമ്മിക്കുന്നുണ്ടെന്ന് അറിയില്ല. ഇതെന്താ നിങ്ങൾ 3 ഭൂതങ്ങളെ പറഞ്ഞത്, 5 ഭൂതങ്ങളല്ലേ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു 3 പറഞ്ഞാൽ 5നെ മനസ്സിലായിക്കോളൂ. ഇവിടെ 3 പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ 3 പറഞ്ഞു. ഇവിടെ നിനക്ക് 5 പറയണോ, 5 പറയണോ എങ്കിൽ ആകാശത്തെയും വായുവേയും പറഞ്ഞോളൂ, അതിനെനിക്ക് വിരോധമില്ല. ഇവിടെ 3 പറയുള്ളൂ. അതെന്താ അത്? എടേ, അഗ്നിയിൽ ആകാശവും വായുവും അന്തർഭവിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ അഗ്നി പറയണം, ഭൂമി മാത്രം പറഞ്ഞാൽ പോരായിരുന്നു. എന്നാൽ മുമ്പുള്ള 4 അന്തർഭവിച്ചു എന്ന് പറഞ്ഞൂടെ? ഇവിടെയാണ് സ്ഥൂലതയെ പ്രാപിക്കുന്നത്, രൂപം ആവിർഭവിക്കുന്നത് അഗ്നി മുതൽക്കാണ്. ആകാശത്തിനോ വായുവിനോ രൂപമില്ല. ജനസാമാന്യത്തിന് രൂപയുക്തമായതിനെയാണ് ചിന്തിക്കാൻ എളുപ്പം, അല്ലേ? അതുകൊണ്ടാണ്. അപ്പം അവിടുന്ന് ഇങ്ങോട്ടേ പറഞ്ഞിട്ടുള്ളൂ, നീ മറ്റേ കൂട്ടുന്നതിന് വിരോധമില്ല. അങ്ങനെ അഗ്നിയെയും ജലത്തെയും ഭൂമിയെയും പറഞ്ഞിട്ട് അവയുടെ ഗുണങ്ങൾ ചേരുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ത്രിവൃത്കരണം, എത്ര പുതിയ പുതിയ വാക്ക് കേൾക്കണ പോലെയാണ് ചിലത് നോക്കണത്. അങ്ങനെ ത്രിവൃത്കരണമൊക്കെ പറഞ്ഞു. അത് പറഞ്ഞിട്ട് അതിൻ്റെ ഫലമായിട്ട് ഭൂതസൃഷ്ടി പറഞ്ഞു. എന്നിട്ട് ആ ഭൂതത്തിലേക്ക് കയറിയത് പറഞ്ഞു. സൃഷ്ടുക തദേവ അനുപ്രാവശ്യത്. ഈ മനുഷ്യ ശരീരത്തെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി പറഞ്ഞു. ചമൽക്കാരപൂർവ്വമൊക്കെയാണ് പറഞ്ഞത്. ഇതിലെ കയറണം എന്ന് ആലോചിച്ചു. കാലിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാൽ മോശമല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് മൂർധാവ് വഴി കയറി എന്നൊക്കെ പറഞ്ഞു. തമാശ രൂപത്തിലാണ്. കാരണം ഇതിലാണ് കയറേണ്ടത്. അപ്പോൾ കാലിൻ്റെ ഉള്ളിൽ കൂടെ കയറിയാൽ നാണക്കേട് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് മൂർധാവ് വഴിക്ക് കയറി എന്നൊക്കെയാണ് പറഞ്ഞേ. ഏതായാലും എന്താ സൃഷ്ടുവാ തദേവ അനുപ്രാവശ്യത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അത് നീയാണെന്ന് പറഞ്ഞു. ഇത് എന്തിലേക്ക് കയറിയോ അതിൻ്റെ മൂലകാരണ സ്വരൂപനും എന്ത് കയറിയോ അതും നീ തന്നെയാണ്, തത്വമസി. അതുകൊണ്ട് ഇനി അന്വേഷിച്ച് അങ്ങോട്ടും പോണ്ട, നിന്റെ തന്നെ സ്വത്വമാണ് പരമസത്യം എന്ന് പറഞ്ഞു. ഇല്ലേ? അതാണ് പറയണത്. തേജസ്, അപ്പ്, അന്നം തുടങ്ങിയവയുടെ സ്രഷ്ടാവിനെ, സത്തിനെ പറഞ്ഞിട്ട് സ്വന്തം സൃഷ്ടിയായ വികാരമാകുന്ന ശുങ്കത്തിലേക്ക് സ്വയം പ്രവേശിച്ചു. തത് സൃഷ്ടുവ തദേവ അനുപ്രാവശ്യം എന്നുള്ള മന്ത്രം ഓർമ്മിക്കുക. എന്നിട്ട് അങ്ങനെ പ്രവേശിച്ചവനോടായിക്കൊണ്ട് ഉപദേശിച്ചു. എന്താ ഉപദേശിച്ചത്? തത്വമസി. അങ്ങനെ പ്രവേശിച്ചവനോടല്ലല്ലോ ഉപദേശിച്ചത്, അത് പിന്നീട് ശ്വേതകേതുവിന് കൊടുത്ത ഉപദേശമല്ലേ. നീ ബന്ധിപ്പിച്ച് ചിന്തിക്കണം. ജീവന് കൊടുത്ത ഉപദേശമാണത്. അവിടെ XYZ എന്നുള്ള വ്യക്തിക്ക് പ്രാധാന്യമില്ല, ശ്വേതകേതു എന്നുള്ള വ്യക്തിക്കല്ല പ്രാധാന്യം.
ജീവനാണ്. അപ്പം ജീവാത്മാവിനോടാണ് എന്ത് പറഞ്ഞത്? തത്വമസി, അത് നീയാകുന്നു, ആ പരമമായ സത്യം നീയാകുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, അതൊക്കെ വെറുതെ ആയി പോകും ആത്മാവ് പലതാണെങ്കിൽ. ആത്മാവ് പലതാണെങ്കിൽ വെറുതെ ആയി പോകും. അതുകൊണ്ട് ത്വം സ്ത്രീയാദിഭിരന്താ ഭവിഷ്യസീതി യുക്തഃ ഉപദേശഃ അഭവിഷ്യത് യദി സംപ്രസാദാത് അന്യഃ ഉത്തമഃ പുരുഷഃ ഭവേത്. അങ്ങനെ ഇരിക്കെ തസ്മിൻസ്ത്വം സ്ത്രീയാദിഭിരന്താ ഭവിഷ്യസീതി യുക്തഃ ഉപദേശഃ അഭവിഷ്യത്. ത്വം സ്ത്രീയാദിഭിരന്ത, സ്ത്രീ തുടങ്ങിയവരോടുകൂടി രമിക്കുന്നവനായി നീ തീരുന്നു എന്നുള്ള ഉപദേശം യുക്തമായി തീരും. അഥവാ സംപ്രസാദനിൽ നിന്ന് അന്യനായിട്ട് ഇരിക്കുന്നു ഉത്തമ പുരുഷൻ എങ്കിൽ. എന്താ അവിടെ? ഉത്തമ പുരുഷൻ ഉപാധിഭേദം കൊണ്ട് മാത്രമാണ് സംപ്രസാദനിൽ നിന്ന് ഭിന്നനായിട്ട് ഇരിക്കുന്നത്. ആ ഉപാധിയെ നീക്കിക്കഴിഞ്ഞാൽ ഏകനാണ് എന്നുള്ളതാണ് ശാസ്ത്ര താത്പര്യം. ഉപാധിയെ നീക്കിക്കഴിഞ്ഞാൽ ഏകനാണെന്നുള്ളതാണ് താത്പര്യം. മാത്രമല്ല, ഭൂമാവൈ സുഖം എന്നുള്ളൊരു ഉപദേശം വരുന്നുണ്ട്. അപ്പോൾ ഭൂമ എന്ന് പറഞ്ഞാൽ അതിശയേന ബൃഹത്തായത്. അപ്പം അതിശയേന ബൃഹത്തായതിനെ സംബന്ധിച്ച് അത് തന്നെ നീ എന്ന് പറഞ്ഞിട്ട് ആത്മൈവേദം സർവം എന്നും പറയുന്നുണ്ട്. ഇതെല്ലാം ആത്മാവാകുന്നു എന്ന് ഉപസംഹരിക്കുന്നുണ്ട് ഈ പ്രകരണം. അഥവാ ഭൂമ ജീവാത്മാവിൽ നിന്ന് അന്യമായിരുന്നെങ്കിൽ ഈ ഉപദേശം യുക്തമാകില്ലായിരുന്നു. അപ്പൊ ജീവാത്മാവിൽ നിന്ന് അന്യമല്ല ഭൂമ. അപ്പൊ ജീവാത്മാവ് തന്നെയാണോ? ജീവാത്മാവിൻ്റെ ഉപാധികളെ മാറ്റി ചിന്തിച്ചാൽ ഏകമാണ്. നാന്യോ അതോസ്തി ദ്രഷ്ടായിതി ശ്രുത്യന്തരാത്. വേറെയും ശ്രുതി ബൃഹദാരണ്യകത്ത് പറയുന്നുണ്ട്, ഇതിൽ നിന്ന് ഭിന്നനായിട്ടൊരു ദ്രഷ്ടാവില്ല. ജാഗ്രത അനുഭവി, സ്വപ്നാനുഭവി, സുഷുപ്തി അനുഭവി, ഇവയിൽ നിന്ന് ഭിന്നനായിട്ടൊരു ദ്രഷ്ടാവ് ഇല്ല. ഈ മൂന്ന് കണ്ണടയം വെക്കുന്നത് ഒരാൾ തന്നെയാണ്. മൂന്നനുഭവവും നേടുന്നത് ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് ആ പരമസത്യത്തിൽ നിന്ന്, പരമാത്മാവിൽ നിന്ന് ഭിന്നനായിട്ട് ഒരു ദ്രഷ്ടാവില്ല. ഇത് സർവശ്രുതികളിലും പരമാത്മാവിൽ തന്നെയാണ് ആത്മശബ്ദപ്രയോഗം. അഥവാ ആത്മാവ് ഭിന്നമായിരുന്നെങ്കിൽ അങ്ങനെ വരില്ലായിരുന്നു. അതുകൊണ്ട് പ്രകരണത്തിൻ്റെ അർത്ഥം ആത്മാവ് ഏകമാണ്, അദ്വിതീയമാണെന്നുള്ളതാണ്. അതാണ് പ്രകരണീ സിദ്ധ. പ്രകരണത്തിൽ ഉപദേശം ഇത് സിദ്ധമായിരിക്കുന്നു. എന്താ സിദ്ധമായത്? ആത്മാവ് ഏകമാണ് എന്നുള്ളതാണ് സിദ്ധമായിരിക്കുന്നത്. നച ആത്മനഃ സംസാരിത്വം അവിദ്യ അധ്യസ്ഥത്വാത് ആത്മനി സംസാരസ്യ നഹി രജ്ജുശുക്തികാ ഗഗനാദിഷു സർപ്പരജത മലാദീനി മിഥ്യാജ്ഞാനാധ്യസ്ഥാനി തേഷാം ഭവന്തീതി. ഏതേന സശരീരസ്യ പ്രിയാപ്രിയയോഃ അപഹതിഃ നാസ്തീതി വ്യാഖ്യാതം. യച്ഛ സ്ഥിതം അപ്രിയവേത്ത ഇവ ഇതി ന അപ്രിയവേത്ത ഏവ ഇതി സിദ്ധം. ഏവം ച സതി സർവപര്യായേഷു ഏതദമൃതമഭയം ഏതദ് ബ്രഹ്മ ഇതി
പ്രജാപതേः വചനം യദി വാ പ്രജാപതിച്ഛത്മരൂപായാः ശ്രുതേः വചനം സത്യമേവ ഭവേത് ന ച തത്കർത്തൃകബുദ്ധ്യാ മൃഷാ കർത്തും യുക്തം തതഃ ഗുരുതരസ്യ പ്രമാണാന്തരസ്യ അനുപപത്തേः ന ച ആത്മനഃ സംസാരിത്വം അവിദ്യാധ്യസ്തത്വാത് ആത്മനി സംസാരസ്യ നഹി രജ്ജുശുക്തികാ ഗഗനാദിഷു സർപ്പരജതമലാദീനി മിഥ്യാജ്ഞാനാധ്യസ്ഥാനി തേഷാം ഭവന്തി ഇതി ഏതേന സശരീരസ്യ പ്രിയാപ്രിയയോः അപഹതിഃ നാസ്തീതി വ്യാഖ്യാതം യച്ച സ്ഥിതം അപ്രിയവേത്ത ഇവ ഇതി ന അപ്രിയവേത്ത ഏവ ഇതി സിദ്ധം ഏവം ച സതി സർവപര്യായേഷു ഏതദമൃതമഭയമേതദ് ബ്രഹ്മ ഇതി പ്രജാപതേः വചനം യദി വാ പ്രജാപതിച്ഛത്മരൂപായാः ശ്രുതേः വചനം സത്യമേവ ഭവേത് ന ച തത്കർത്തൃകബുദ്ധ്യാ ന ച തത് കുതർക്കബുദ്ധ്യാ മൃഷാ കർത്തും യുക്തം തതഃ ഗുരുതരസ്യ പ്രമാണാന്തരസ്യ അനുപപത്തേः. മാത്രമല്ല ആത്മാവിന് സംസാരിത്വമില്ല. ഇപ്പം ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ പരമാർത്ഥത്തിൽ ആത്മാവിൻ്റെത് അല്ലെങ്കിൽ ആത്മാവിലുള്ളതല്ല. സുഖം ദുഃഖം മാന അപമാനം ജന്മം മരണം തുടങ്ങിയ സംസാരഭാവങ്ങൾ ആത്മാവിൽ പരമാർത്ഥത്തിൽ ഇല്ല. എന്തുകൊണ്ട്? അവിദ്യ അധ്യസ്തത്വാത് ആത്മനി സംസാരസ്യ. ഈ സംസാരം ആത്മാവിൽ അവിദ്യ അധ്യാരോപിതമാണ്. അവിദ്യയാൽ അധ്യാരോപിക്കപ്പെട്ടത്, അധ്യസിക്കപ്പെട്ടതാണ്. കയറ്, ചിപ്പി, ആകാശം തുടങ്ങിയവയിൽ സർപ്പം, വെള്ളി, മലം തുടങ്ങിയ മിഥ്യകൾ ഒരിക്കലും അവയുടേതല്ലല്ലോ. ഇത് ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ഇത്രയും എത്തുമ്പോഴത്തേക്ക് ചിരപരിചിതങ്ങളായ ദൃഷ്ടാന്തങ്ങളാണ് അല്ലേ? ഒന്ന് രജ്ജു സർപ്പം, കയറിൽ പാമ്പ്. വേദാന്തം പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ കാന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതെ, അത് മാറ്റാൻ ആചാര്യം തയ്യാറില്ല, അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ സുഖാണ്, എളുപ്പമാണ് മനസ്സിലാക്കാൻ. അപ്പോൾ രജ്ജു സർപ്പം രജ്ജു ഒരിക്കലും സർപ്പമായിട്ടില്ല. എന്നാൽ ദ്രഷ്ടാവിന് അത് സർപ്പം എന്നുള്ള ഭ്രാന്തി ഉണ്ടാക്കി. അത് അവിദ്യാദശയിലാണ്. വിദ്യാദശയിൽ സർപ്പം പോയി. എവിടെ പോയി? ഏതോ മാളത്തിലേക്ക് അഴിഞ്ഞു പോയോ? അതില്ല, അത് പോയി. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ശുക്തികാരജതം. ചിപ്പി കണ്ടിട്ട് വെള്ളിയാണെന്ന് തോന്നി, വെള്ളിയായിട്ടില്ല, എങ്കിലും വെള്ളിയാണെന്ന് തോന്നി. മൂന്നാമത്തെ ദൃഷ്ടാന്തം ഗഗനമലം. ആകാശത്തിൽ മലതലങ്ങളൊക്കെ നമ്മൾ കാണുന്നു. ആകാശത്തിൽ രാജകുമാരൻ, രാജകുമാരി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പലതും. ആകാശത്തിലൊരു മലവും ഇല്ല. വായുമണ്ഡലത്തിൽ മലങ്ങളുണ്ടാവും, ആകാശത്തിൽ മലമില്ല. പക്ഷെ അങ്ങനെ കാണുന്നു. പക്ഷെ അത് അതിൻ്റെ സ്വഭാവം അല്ലല്ലോ. കയറൊരിക്കലും പാമ്പായിട്ടില്ല, ചിപ്പി ഒരിക്കലും രജതമായിട്ടില്ല, ആകാശം ഒരിക്കലും മലമായിട്ടില്ല. ഇതുപോലെ ആത്മാവിൽ അധ്യാരോപിക്കപ്പെട്ട അധ്യസ്ഥങ്ങളായിരിക്കുന്ന, അജ്ഞാനാധ്യസ്ഥങ്ങളായിരിക്കുന്ന ഭാവങ്ങൾ അതിൻ്റേതല്ലല്ലോ, ആത്മാവിൻ്റേതല്ലല്ലോ. അതുകൊണ്ട് സശരീരനായിരിക്കുന്ന കാലത്തോളം പ്രിയാപ്രിയങ്ങളുണ്ടാകും. സശരീരനായിരിക്കുന്ന കാലത്തോളം, അതായത് ശരീരത്തെ തന്നിൽ അധ്യാരോപിച്ചിരിക്കുന്ന കാലത്തോളം
പ്രിയാപ്രിയങ്ങൾ, സുഖദുഃഖങ്ങൾ, ജന്മമരണങ്ങളൊക്കെ ഉണ്ടാവും. അശരീരനായി കഴിഞ്ഞാൽ, ഇതെൻ്റെ പരമാർത്ഥ സ്വരൂപമല്ല എന്ന് സാക്ഷാത്കരിച്ചാൽ, പിന്നെ അവന് സുഖദുഃഖങ്ങളോ ജന്മമരണങ്ങളോ പ്രിയാപ്രിയങ്ങളോ ഇല്ല. യച്ഛാ സ്ഥിരം അപ്രിയവേത്ത ഇവ ഇതി. അപ്രിയവേത്താവിനെ പോലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്രിയവേത്താവായിരിക്കുന്നു എന്നല്ല അർത്ഥം. പോലെയാണ്. പോലെ എന്ന് പറഞ്ഞാൽ അതല്ല എന്ന് ഉറപ്പല്ലേ? മനസ്സിലായില്ല? ഇത് അങ്ങനെ ആയിരിക്കെ സർവപര്യായേഷു, എല്ലാ പ്രാവശ്യവും അങ്ങനെ ആയിരിക്കെ എല്ലാ പ്രാവശ്യവും ബ്രഹ്മാവ് ഒന്ന് പറഞ്ഞു, ഏതത് അമൃതമഭയമേതത് ബ്രഹ്മ. ഇത് അമൃതമാണ്, അഭയമാണ്, ബ്രഹ്മമാണ് എന്ന് ഓരോ പ്രാവശ്യവും പറഞ്ഞു. വള്ളി പുള്ളി വാക്ക് മാറ്റാൻ തയ്യാറായില്ല. കാരണം നീ സംസാരിത്വം കലർന്നതായി മനസ്സിലാക്കുന്ന ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. നീ സ്വപ്നവേത്താവായി മനസ്സിലാക്കുന്ന ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. നീ സംപ്രസാദനായി മനസ്സിലാക്കുന്ന ആത്മാവ് തന്നെയാണ് ബ്രഹ്മം. അതിനു മുമ്പുണ്ട് നീ ഛായാത്മാവായി മനസ്സിലാക്കുന്നത് തന്നെയാണ് ബ്രഹ്മം എന്ന് പറഞ്ഞു. എന്നാ അത് തന്നെയെന്ന് വിരോചനം വിചാരിച്ചു. ഓരോരോ ഉപാധി അഴിച്ചഴിച്ച് മാറ്റിയപ്പോൾ സത്യം എന്താണെന്ന് ഇന്ദ്രനും മനസ്സിലാക്കി. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് പ്രജാപതിയുടെ വാക്കിനെ നീ മറ്റൊന്നാക്കി കപടമാക്കി വ്യാഖ്യാനിക്കരുത്. നിന്റെ കുതർക്കം കൊണ്ട് ബ്രഹ്മാവിൻ്റെ അല്ലെങ്കിൽ ഈ ശ്രുതിയുടെ ഉപദേശത്തെ മറ്റൊന്നാക്കാമെന്ന് നീ വിചാരിക്കരുത്. എന്തുകൊണ്ട്? ശ്രുതിയെപ്പോലെ വലിയ ഗുരുതരമായ പ്രമാണം മറ്റൊന്ന് ഇല്ലാത്തത് കൊണ്ട്. ഇതിനേക്കാൾ വലിയൊരു പ്രമാണം ഉണ്ടെങ്കിൽ നീ അത് കൊണ്ടുവാ എന്നാൽ നമുക്ക് പറയാമായിരുന്നു. എന്നാൽ ശ്രുതിയേക്കാൾ വേദത്തേക്കാൾ വലിയ ഗുരുതരമായ മറ്റൊരു പ്രമാണം ഇല്ല. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഈ പ്രമാണത്തെ ആശ്രയിക്കുകയേ നമുക്ക് വഴിയുള്ളൂ. നിന്റെ കുതർക്കം കൊണ്ട് ഇവിടെ ബ്രഹ്മാവിൻ്റെ വാക്കിൽ നീ മറ്റൊന്നാക്കി വ്യാഖ്യാനിക്കാൻ ഛായാത്മാവിനെയാണ് ബ്രഹ്മാവ് ഉപദേശിച്ച് എന്നൊന്നും പറഞ്ഞേക്കരുത്. എന്നാൽ ഛായാത്മാവിനെയാണ് അതെടുത്ത് മാറ്റിയിട്ട് നനു പ്രത്യക്ഷം ദുഃഖാദ്യ അപ്രിയവേതൃത്വം അവ്യഭിചാരി അനുഭൂയത ഇതി ചേത് ന ജരാതിരഹിതഃ ജീർണോഹം ജാതോഹം ആയുഷ്മാൻ ഗൗരഃ കൃഷ്ണഃ മൃതഃ ഇത്യാദി പ്രത്യക്ഷാനുഭവവത് തദുപപത്തേഃ സർവമപി ഏതസത്യമിതി ച ഏതസ്യ ചേത് അസ്തി ഏവ ഏതദേവം ദുരവഗമം യേന ദേവരാജഃ അപി ഉദശരാവാദി ദർശിത വിനാശയുക്തി അപി മുമോഹ ഏവ അത്ര വിനാശമേവ അപീതഃ തഥാ വിരോചനഃ മഹാപ്രജ്ഞഃ പ്രാജാപത്യഃ അപി ദേഹമാത്രാത്മദർശനഃ ബഭൂവ തഥാ ഇന്ദ്രാത്മവിനാശം തഥാ ഇന്ദ്രസ്യ ആത്മവിനാശം എന്താണ്? ആത്മവിനാശമയസാഗര ഏവ വൈനാശിക ന്യമജ്ജൻ തഥാ സാഖ്യ ദ്രഷ്ടാരം ദേഹാദി വ്യതിരിക്തം അഗമ്യ അപി ത്യക്താഗമ പ്രമാണത്വാത് മൃത്യുവിഷയ ഏവ അന്യത്വദർശനേ തസ്തുഹു തഥാ അന്യേ കാണാദാദിദർശനാഃ കഷായരക്തമിവ ക്ഷാരാദിഭിः വസ്ത്രം നവഭിः ആത്മഗുണൈः യുക്തം ആത്മദ്രവ്യം വിശോധയിതും പ്രവൃത്താഃ തഥാ അന്യേ കർമ്മിണഃ ബാഹ്യവിഷയ അപഹൃതചേതസഃ വേദപ്രമാണാഃ അപി പരമാർത്ഥസത്യം ആത്മൈകത്വം വിനാശം ഇവ ഇന്ദ്രവത് മന്യമാനാഃ ഘടീയന്ത്രവത് ആരോഹ അവരോഹ പ്രകാരൈഃ അനിശം ബംഭ്രമതി കിമന്യേ ക്ഷുദ്രജന്തവഃ വിവേകഹീനാഃ സ്വഭാവതഃ ഏവ ബഹിർവിഷയ അപഹൃതചേതസഃ.
അതിമനോഹരമായൊരു ഭാഗമാണിത്. ഇതിപ്പോൾ എത്ര പേർക്ക് ദഹിക്കുമെന്നറിയില്ല ഈ സമയം വായിച്ചാൽ. നമുക്കിത് അടുത്ത പ്രാവശ്യം വായിക്കാൻ തോന്നണം. അതിമനോഹരമാണ്. എന്തൊരു ഭാഷ്യകാരൻ്റെ ആ ഒരു തർക്കപടു ഒരു ഭാഗത്ത്, അനുഭവസിദ്ധനായിരിക്കുന്ന ദൃഢത ഒരു ഭാഗത്ത്, പിന്നെ കവിത്വം വേറൊരു ഭാഗത്ത്, രസികത്വം വേറെ ഭാഗത്ത്, എല്ലാം ചേർന്നൊരു ഭാഷ്യഭാഗമായത്. നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാൻ തോന്നുന്നത്. നനു പ്രത്യക്ഷം ദുഃഖാദ്യ അപ്രിയ വേതൃത്വം എന്നുള്ളത് തൊട്ട് അടുത്ത പ്രാവശ്യം വായിക്കാം. ഓം ആപ്യായന്തു മമാംഗാനി വാക്പ്രാണശ്ചക്ഷുഃ ശ്രോത്രമഥോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാ ബ്രഹ്മ നിരാകരോദ നിരാകരണമസ്ത്വ നിരാകരണം മേസ്തു തദാത്മനി നിരതേയ ഉപനിഷത്സു ധർമാഃ തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.